വത്തഖ്ദീസ്. അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ്. നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ് പറഞ്ഞോ, ധാരാളം ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലിക്കോ. നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം രാവിലെയും വൈകുന്നേരവും. പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ദിക്ർ ചൊല്ലുക. 100 വട്ടം കഴിയുമെങ്കിൽ എന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലുക. ഉമ്മമാരെ, നിങ്ങളോട് പ്രത്യേകിച്ച് ഹബീബ് പറയാൻ കാരണം, ചില പ്രത്യേക സീസണിൽ നിസ്കരിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് നിങ്ങൾ. ചില പ്രത്യേക സീസണിൽ നിസ്കരിക്കാൻ കഴിയാതെ പോകുന്നവരാണ്. ഇബാദത്തുകൾ അന്ന് പരമാവധി കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തരം ഇബാദത്തുകൾ അപ്പോഴും ആവാമല്ലോ. ആർത്തവക്കാരിയാകുമ്പോഴും തസ്ബീഹ് ചൊല്ലാം, അതുപോലെ തന്നെ തഹ്ലീലു ചൊല്ലാം, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, അല്ലാഹു അക്ബർ പറയാം. ഇത്തരം ദിക്റുകളൊക്കെ ചൊല്ലാം, ഹദ്ദാദു റാത്തീബ് ചൊല്ലാം. എന്നല്ല എന്നും വെറുതായിട്ട് ഓതി വരുന്ന തബാറക ആർത്തവമുള്ളപ്പം നിങ്ങൾ നിർത്തിവെക്കേണ്ടതില്ല. ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ഞാൻ എന്നും ചൊല്ലുന്ന ഒരു ദിക്ർ എന്ന ഉദ്ദേശത്തോടുകൂടെ അന്നും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അതോതാം. കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, മസ്അല അറിയാതെ ആർത്തവമുള്ള സമയത്ത് ചിലരെങ്കിലും ഇത്തരം സംഗതികൾ പാടെ നിർത്തിവെക്കുന്നവരുണ്ട്. ഖുർആൻ എന്ന ഉദ്ദേശത്തിലല്ല, എന്നും ഞാൻ ചൊല്ലുന്ന ദിക്ർ എന്ന ഉദ്ദേശത്തിൽ വേണമെങ്കിൽ ഓതാമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂലി കിട്ടുന്നേ ഉള്ളൂ എന്ന് സഹോദരിമാരോട് ഉണർത്തട്ടെ. അലൈക്കും ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ് വഅഖിദ്ന ബിൽ അനാമിൽ. തസ്ബീഹും തക്ബീറും തഹ്ലീലും ഇങ്ങനെ ചൊല്ലിയാ പോരാ. വഅഖിദ്ന ബിൽ അനാമിൽ, നിങ്ങൾ നിങ്ങളുടെ വിരൽ തലപ്പുകൾ മടക്കിയിട്ട് നിങ്ങൾ എണ്ണം പിടിക്കണം. വഅഖിദ്ന ബിൽ അനാമിൽ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. കണ്ടില്ലേ നിങ്ങൾ, നിസ്കാരം കഴിഞ്ഞാൽ 33 വട്ടം ചൊല്ലും. അപ്പോൾ അതാ വിരൽ കണ്ണികൾ നമ്മൾ പിടിക്കുന്നു ചൊല്ലുമ്പോൾ. അത് ചൊല്ലിയാ പോരെ. അല്ല, ആ എണ്ണുന്നത് വിരലുകൊണ്ട് എണ്ണിക്കോ, അല്ലെങ്കിൽ തസ്ബീഹ് മാല എടുത്തോ, എങ്ങനെയുമാവാം. വിരലുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികവും ചൊല്ലാറുള്ളത്. വഅഖിദ്ന ബിൽ അനാമിൽ. സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ നിങ്ങൾ ചൊല്ലാറുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, അത് പറയാൻ കാരണം ഫഇന്നഹുന്ന മസ്ഊലാത്തും മുസ്തൻതഖാത്ത്. ഫഇന്നഹുന്ന മസ്ഊലാത്തും മുസ്തൻതഖാത്ത്. ആ വിരലുകൾ നാളെ റബ്ബ് ആ വിരലുകളോട് ചോദിക്കും, നിങ്ങളെ ഈ സഹോദരൻ എത്ര കാര്യത്തിന് എണ്ണാൻ ഉപയോഗിച്ചിട്ടുണ്ട്? ഉണ്ടാ, എന്തെല്ലാം കാര്യങ്ങൾ എണ്ണാനാണ് നിങ്ങളെ ഉപയോഗിച്ചത് വിരലുകളെ എന്ന് എൻ്റെ വിരലിനോട് അള്ളാഹു ചോദിക്കും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ആ ഉമ്മ. സ്വലാത്ത് ചൊല്ലുമ്പം വിരലിങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വിരൽക്കൊടികൾ മടക്കിയത്, അത് നിവർത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മുടെ വിരലുകൾ ഇങ്ങനെ പറയാൻ. ഓരോ വിരലും പറയുന്ന എന്നെ മടക്കി നിവർത്തി 10,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് പറയാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ വിരലുകൾക്കാവണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വിരലുകൾക്കാവണം. വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നബി തങ്ങൾ പറഞ്ഞു, അതിനോട് ചോദിക്കപ്പെടും. മുസ്തൻതഖാത്ത്, സംസാരിക്കാൻ ആവശ്യപ്പെടും. ആ സമയത്ത് അവ സംസാരിക്കും. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട്, ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖീ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, വലിദാ സുന്ന അദ്ദുൽ അദ്കാരി ബിൽ അസാബിഇ. അതുകൊണ്ടാണ് വിരലുകളെ കൊണ്ട് ദിക്ർ ഇങ്ങനെ എണ്ണുമ്പം മടക്കുകയും പൊക്കുകയും ചെയ്യുന്നത്. സുന്നത്താവാനുള്ള കാരണം ഇതാണ്. കാരണം ഈ ഓരോ വിരലുകളും വായിക്കാൻ പോകുന്നു. നേരെ മറിച്ചോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, നമ്മളെ വിരലിനോടല്ല ചോദിക്കാണ്, എന്തിനാണോ നിന്നെ മടക്കിയതെന്ന് ചോദിക്കുമ്പോ എന്തേ ഒരു ഹോൾസെയിൽ കച്ചവടക്കാരൻ പറയുന്നത്, അവന്റെ വിരലുകൾ പറയുന്നത് ഇത്ര ചാക്ക് അരി ഇറങ്ങി അതിനെണ്ണം പിടിച്ചതാണ് അവൻ എന്നെ കൊണ്ട്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് എന്റെ കൈവിരൽ എന്നെ മടക്കിയിട്ടില്ല എന്ന് കൈവിരലുകൾ പറയുന്ന നിമിഷം ആലോചിച്ചോ. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നല്ലതിനു വേണ്ടി കൈവിരലുകൾ മടക്കണം. നല്ലതിന് നാളെ പടച്ച റബ്ബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, ദിക്റ് ചൊല്ലുക. അങ്ങനെ നമുക്ക് നാളെ നമ്മുടെ അവയവങ്ങളെല്ലാം സാക്ഷി പറയണം.
നല്ലത് കണ്ടതിന് നമ്മുടെ കണ്ണ് സാക്ഷി പറയണം, നല്ലത് കേട്ടതിന് നമ്മുടെ ചെവി സാക്ഷി പറയണം, നല്ലതിലേക്ക് നടന്നതിന് നമ്മുടെ കാല് സാക്ഷി പറയണം, നല്ലത് ചെയ്തതിന് നല്ലത് എഴുതിയതിന് നമ്മുടെ കൈകൾ സാക്ഷി പറയണം, നല്ലത് ചിന്തിച്ചതിന് നമ്മുടെ ഹൃദയങ്ങൾ സാക്ഷി പറയണം. എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യപ്പെടാതെ ഒന്നും പോകില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ചിന്തിച്ചോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശാലമായി പുറത്തു കൊടുക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പഠിച്ചവനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ വന്നുപോയല്ലോ. ഇനി തൽക്കാലം ഇപ്പം ഞാൻ നന്നായിട്ട് രക്ഷപ്പെടുമോ? രക്ഷപ്പെടും ഉമ്മ, രക്ഷപ്പെടും പെങ്ങളെ, രക്ഷപ്പെടും ഉപ്പ, രക്ഷപ്പെടും അനുജ, സഹോദര, രക്ഷപ്പെടും, സംശയിക്കണ്ട. എന്തേ കാരണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശാലമായ മഗ്ഫിറത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയും. കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരാളെ കുറിച്ചൊരു ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരാളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെ. എന്നിട്ട് പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ഉമാമ പറയാം, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നീ ലഅഅലമു ആഖിറ റജുലിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് കഷ്ടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ അവസാനത്തെ ആളാ. ആ ആളെ കുറിച്ച് എനിക്കറിയാം. യജൂസു സിറാത്ത്, അവൻ സിറാത്ത് പാലം പാസ് ചെയ്യും. യജൂസു സിറാത്ത, പാലം പാസ് ചെയ്തു പോകും, അവൻ കടന്നു പോകും. ആ അവസാനത്തെ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയാം. റജുലുൻ യതലവ്വ അല സിറാത്ത് കൽ ഗുലാമി ഹീന യദ്രിബുഹു അബൂ. സുബ്ഹാനല്ലാഹ്, അയാള് സിറാത്ത് പാലത്തിൽ നിന്ന് യതലവ്വ അല സിറാത്ത്, സിറാത്ത് പാലത്തിൽ നിന്ന് അയാൾ ഇങ്ങനെ ഞെളിഞ്ഞു പിരിഞ്ഞുകൊണ്ടിരിക്കും. കാരണം നേരെ സിറാത്ത് പാലത്തിലൂടെ നേരെ അങ്ങ് കടന്നു പോകാൻ മിന്നറിയും വേഗത്തിലോ ഓടിക്കടക്കാനോ ഒന്നും കഴിയുന്ന അത്രമാത്രം അമലുകൾ കയ്യിലില്ല. കഷ്ടിച്ചാണ് സ്വർഗത്തിലെത്തുന്നത്. അപ്പൊ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വഴുതിക്കൊണ്ടിരിക്കും, ഞെളിഞ്ഞു പിരിഞ്ഞുകൊണ്ടിരിക്കും. ആരെപ്പോലെ? കൽ ഗുലാമി ഹീന യദ്രിബുഹു അബൂഹു, വാപ്പ തല്ലുമ്പം കുട്ടി ഞെളിഞ്ഞു പിരിയുന്നത് കണ്ടിട്ടില്ലേ? വാപ്പ നന്നായി അടിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ട് ചൂരൽ പ്രയോഗം നടത്തുന്നു. ആ സമയത്ത് ആ കുഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറുകയും ഞെളിഞ്ഞു പിരിയുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതേ രൂപത്തിൽ നാളെ സിറാത്ത് പാലത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എന്നിട്ടോ തസില്ലു യദുഹു മറത്തൻ, ഒരു തവണ അതാ അവന്റെ കൈ അങ്ങോട്ട് പോകുന്നു, പെട്ടെന്നങ്ങ് കുനിഞ്ഞു പോകുന്നു. ഫതുസീബുഹന്നാർ, താഴെ കിടക്കുന്ന നരകാഗ്നി ആ കയ്യിലേക്ക് ഏൽക്കുന്നു, വേദനിക്കുന്നു. അപ്പോഴേക്ക് പൊങ്ങി, അപ്പോഴേക്ക് ഇങ്ങേ കാല് തെന്നി. വതസില്ലു റിജ്ലുഹു മറ, മറ്റൊരു തവണ അവന്റെ കാല് തെന്നുന്നു, ഒരു തവണ അവന്റെ കൈ തെന്നുന്നു. ഇങ്ങനെ തെന്നി കളിക്കുന്നു. അപ്പോഴൊക്കെ നരകത്തിന്റെ ചൂട് കയ്യിനും കാലിനും ഏൽക്കുന്നു. ഫതഖൂലു ലഹുൽ മലായിക, മലക്കുകൾ അവനോട് പറയും, അറഅയ്ത ഇൻ ബഅസകല്ലാഹ്, എടോ നീ പറയൂ, മൻ ബഅസക ഇൻ ബഅസകല്ലാഹ്, ഇവിടെ നിന്ന് നിന്നെ രണ്ടാമത് വന്ന് ഈ സ്ഥലത്ത് നിന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് നീ പറഞ്ഞയക്കുകയാണെങ്കിൽ, നിന്നെ പറഞ്ഞയക്കുകയാണെങ്കിൽ, ഇൻ ബഅസക മിൻ മകാനിക ഹദാ ഫമശീത സബിയാ, ഇങ്ങനെ ഞെളിഞ്ഞു പിരിയാതെ ഇപ്പൊ ഈ കിടക്കുന്ന അവസ്ഥ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ പാലത്തിൽ ഫമശീത സബിയാ, മര്യാദക്ക് ലംബമായി നടന്നു പോകാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശരിയാതെ നേരെ അങ്ങോട്ട് നിനക്ക് നടന്നു പോകാനുള്ള ഒരവസരം അല്ലാഹു നിനക്ക് തരുകയാണെങ്കിൽ, അതുഖ്ബിറുനാ ബികുല്ലി മാ അമിൽതഹു, നീ ചെയ്ത വിവരങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് പറയുമോ? അങ്ങനെ ഒന്നും വിഷമിപ്പിക്കേണ്ട. അവിടുന്ന് അല്ലാഹു നിന്നായിട്ട് രക്ഷപ്പെടുത്തി തരികയാണെങ്കിൽ ഈ അദാബൊക്കെ ഒന്നങ്ങോട്ട് ഒഴിവാക്കി മര്യാദക്ക് നിനക്ക് അങ്ങോട്ട് കടന്നു പോകാന്ന് വെക്കുക. എന്നാ നീ ചെയ്ത മുഴുവൻ കാര്യങ്ങളും നീ പറയുമോ? ഉടനെ തന്നെ മലക്കുകളുടെ ഭാഗത്തു നിന്ന് ഈ ചോദ്യം വരുമ്പോ ഇവൻ ഉത്തരം പറയുന്നത് ഐവ ഇസ്സതിഹി, അതെ അതെ, അവന്റെ അന്തസ്സ് സത്യമാണ്, അവന്റെ അന്തസ്സ് സാക്ഷിയാണ്,
ലാ അക്തുമുകും മിൻ അമലി ശൈആ, ഞാൻ ചെയ്ത ഒരൊറ്റ അമലും ഞാൻ മറച്ചു വെക്കുകയില്ല, ഞാൻ ചെയ്ത ഒരൊറ്റ അമലും ഞാൻ ഒളിപ്പിച്ചു വെക്കുകയില്ല, ഒക്കെ ഞാൻ മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാ. എന്നെ നിങ്ങൾ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരാണെങ്കിൽ ഒന്നും ഞാൻ പറയാതിരിക്കില്ല. ഫയഖൂലൂന ലഹു ഖും ഫംശി സബിയ, ഉടനെ തന്നെ ഈ സിറാത്ത് പാലത്തിൽ കടക്കാൻ കഴിയാതെ കൈ തെന്നി കാലു തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞു മറിയുന്ന ഇവനോട് മലക്കുകൾ പറയാൻ, എഴുന്നേറ്റ് മര്യാദക്ക് പൊയ്ക്കോ. അപ്പൊ അവൻ സുഖമായിട്ട് ഫയഖൂമു വയംശീ സബിയാ ഹത്താ യുജാവിസ സിറാത്ത്, അവൻ മര്യാദക്ക് തെന്നാതെ പാലം പാസ് ചെയ്തങ്ങ് പോകുമ്പോ ആ അറ്റത്തെത്തുമ്പോ അവനോട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ കടത്തുന്നതിന് മുമ്പ് പാലം കടന്നിട്ട് ഇനിയും വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ തള്ളാം. സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് ഇവർ ചോദിക്കുന്നു, അഖ്ബിർനാ ബി അഅ്മാലികല്ലതി അമിൽത ഫയഖൂലു ഫീ നഫ്സിഹി, നീ ചെയ്ത മുഴുവൻ കാര്യങ്ങളൊന്ന് പറഞ്ഞാ, എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ ആ ദുനിയാവിൽ ചെയ്തിരുന്നതൊന്ന് പറയാൻ പറ്റുമോ? ഫയഖൂലു ഫീ നഫ്സിഹി, അപ്പൊ അവൻ അവന്റെ മനസ്സിൽ ഇങ്ങനെ പറയും, നിങ്ങൾ പറഞ്ഞ ഞാൻ ചെയ്ത അമല് പറയാനാണ്. ഇൻ അഖ്ബർതുഹും ബിമാ അമിൽതു റദ്ദൂനി ഇലാ മകാനി, ഞാൻ ചെയ്ത വിവരമൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അത് മനസ്സിൽ ഇയാളിങ്ങനെ പറയും. നിങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാ ചെയ്തതെന്ന് പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയും, ഞാൻ ചെയ്തതൊക്കെ പാടൊപ്പം പറയുകയാണെങ്കിൽ അവരെന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അപ്പൊ തൽക്കാലം അത് പറയാതിരിക്കലാ ബുദ്ധി എന്ന് ചിന്തിക്കാണ്. തൽക്കാലം സലാമത്തായല്ലോ, അതുകൊണ്ട് പറയാതിരിക്കലാ ബുദ്ധി. ഫയഖൂലു ലാ വഇസ്സതിഹി മാ അമിൽതു ശൈആ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലാഹുവാണ് സത്യം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നവൻ പറയുന്നു. മാ അമിൽതു ദബ്ബൻ ഖത്തു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫയഖൂലൂന, അപ്പൊ മലക്കുകൾ പറയാൻ, ഇത് നീ പറയോന്ന് നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ ഞങ്ങൾ. ഇന്നലന അലൈക ബയ്യിന, നിനക്കെതിരെ പ്രമാണങ്ങൾ നിരത്താൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. തെളിവുണ്ടടോ, വെറുതെ പറയാൻ പോവല്ല, ഞങ്ങളെ കയ്യിലുണ്ട് നീ ചെയ്ത വേണ്ടാത്തരത്തിന്റെ മുഴുവൻ തെളിവും. എന്നിട്ടാ നീ ഇത് പറയുന്നത്. ഫയൽതഫിതു യമീനം വശിമാല, നിങ്ങളൊന്ന് ആലോചിക്കണോ, സിറാത്ത് പാലം കടന്നു, സ്വർഗം ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്, അങ്ങോട്ട് കടത്തി വിട്ടിട്ടുമില്ല. എന്നിട്ട് അവസാനത്തെ മക്കാമിൽ വെച്ച് അവസാന സ്പോട്ടിലിട്ട് ഈ പൊരിക്കുമ്പോ എത്രമാത്രം തീ, പള്ളയിൽ തീയ്, നമ്മുടെ വയറ്റിൽ ആ സമയത്ത് കത്തി ഉയരുന്ന തീനാളങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക. എത്ര ഉയരത്തിലായിരിക്കും തീജ്വാലകൾ പൊങ്ങുക, ബേജാറിന്റെ കടുപ്പം എത്രയായിരിക്കും, എത്ര വലിയ ബേജാറായിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പൊ അവൻ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുക. എന്ത്, ഞങ്ങൾക്ക് തെളിവ് പറയാനുണ്ടോ നീ ചെയ്ത വേണ്ടാത്തരത്തിനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പതുക്കെ സലാമത്താക്കി കൊണ്ടുവന്നതല്ലേ ഒക്കെ പറയാന്നുള്ള വാക്കിൽ. അപ്പം വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അതെന്താ അവൻ നോക്കുന്നത്? ഹൽ യറാ മിനൽ ആദമിയ്യീന മിമ്മൻ കാന യശ്ഹദു ഫി ദുനിയാ അഹദ്, ദുനിയാവിലെ ഇവൻ തെറ്റു ചെയ്തപ്പോൾ ഇവൻ ഒറ്റക്കല്ല ചെയ്തത്, കമ്പനി അടിച്ചാ ചെയ്തത്. അപ്പൊ ഇവന്റെ കൂടെ കണ്ടു നിന്നവരുണ്ട്. അപ്പൊ ദുനിയാവിൽ ഞാൻ ചെയ്ത തെറ്റുകൾ കണ്ട ആരെങ്കിലും എനിക്കെതിരെ സാക്ഷിയാകാൻ ഇവിടെ ഉണ്ടോ എന്ന് അങ്ങനെ നോക്കുക. അതാണോ അവർ പറഞ്ഞത്? സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞത്. ദുനിയാവിൽ ആരെങ്കിലും, എൻ്റെ അയൽക്കാരന് ഞാൻ ചെയ്ത ഒരു സംഗതി അറിയാം, അയൽക്കാരിക്ക് ഞാൻ ചെയ്ത ഒരു സംഗതി അറിയാം, ഉമ്മാക്ക് ഞാൻ ചെയ്ത ഒരു സംഗതി അറിയാം, ജ്യേഷ്ഠന് ഞാൻ ചെയ്ത ഒരു കാര്യം അറിയാം, ആർക്കും അറിയില്ല, ഞാനും എൻ്റെ വാപ്പയും മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെയുള്ള കുറെ ഇടപാടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരാരെങ്കിലും ഒക്കെ ഉണ്ടോന്ന് ഇടത്തും വലത്തും ഒക്കെ ഒന്ന് നോക്കിയിട്ട് അവൻ പറയും ഫലാ യറാ, ആരും കാണുന്നില്ല. ആ സമയത്ത് ഇവൻ പറയുന്നു, ഹാതൂ ബയ്യിനതകും, ഹാതൂ ബയ്യിനതകും, ഹാതൂ ബയ്യിനതകും, നിങ്ങൾ തെളിവുണ്ട് എന്നിങ്ങനെ വീമ്പളക്കിയാ പോരാ, അങ്ങോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ പറഞ്ഞല്ലോ എനിക്കെതിരെ തെളിവ് നിരത്താനുണ്ട്, ഒന്ന് കൊണ്ടുപോവാ കാണട്ടെ. ഫയഖ്തിമുല്ലാഹു അലാ ഫീ, ആ സമയത്ത് അല്ലാഹു അവന്റെ വായിന് മുദ്ര വെക്കുന്നു, ശീല് വെക്കുന്നു. ഫതംതികു യദാഹു വരിജ്ലാഹു വജിൽദുഹു ബിഅമലിഹി, അവന്റെ കയ്യും കാലും മുഴുവൻ അവയവങ്ങളും ചർമ്മങ്ങളും അതാ വായിക്കാൻ തുടങ്ങി. ഫയഖൂലു, ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ്, ഐവ ഇസ്സതിക ലഖദ് അമിൽതുഹാ യാ റബ്ബി, റബ്ബേ നിന്റെ ഇസ്സത്ത് സാക്ഷി, ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, പാവാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. കണ്ടോ, ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് വിഷയങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പം പറഞ്ഞു സംഗതിയൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ വന്നുപോയി,
പഠിച്ചവനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ, രക്ഷപ്പെടുത്താൻ പറ്റിയോനായതുകൊണ്ടാണ് ഈ കോലത്ത് കൊണ്ടേത്, അവിടേക്ക് എത്തിച്ചത്. എന്നിട്ട് ആളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇവൻ പറഞ്ഞു, റബ്ബേ, കൈയിങ്ങനെ വിളിച്ചു പറയുമ്പോ മോഷ്ടിച്ചതിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഇവൻ പറയാൻ, പഠിച്ചോനെ അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, ഇനി വായിപ്പിക്കല്ല. കാരണം ഇതിലേറെ ഭീകരമായ, എനിക്ക് ഉപദ്രവകാരികളായ ധാരാളം പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എനിക്കല്ലേ അറിയൂ. പഠിച്ചോനെ വായിപ്പിക്കരുത്, എന്നെ നാണം കെടുത്തരുത്. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ഇദ്ഹബ് ഫഖദ് ഗഫർതുഹാ ലക്, ഇദ്ഹബ് ഫഖദ് ഗഫർതുഹാ ലക്, പോയിക്കോ, സ്വർഗത്തിലേക്ക് നിനക്ക് ഞാൻ പുറത്തു തന്ന ടീമിൽപ്പെട്ടവനാണ്. അല്ലാഹുവേ, ഇങ്ങനെ ജസ്റ്റ് സ്വർഗത്തിൽ കടക്കുന്നവരിലെങ്കിലും, അവസാന ഘട്ടത്തില് കഷ്ടിച്ച് സ്വർഗത്തിൽ കടത്തുന്നവരുടെ കൂട്ടത്തിലെങ്കിലും റഹ്മാനായ റബ്ബേ, 10 ദിവസം ഈ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങളെ നീ കൂട്ടിത്തരണേ അല്ലാ, അവരിലെങ്കിലും ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ, അവരിലെങ്കിലും ചേർക്കണേ അല്ലാ, അതിനുപോലും പറ്റാത്ത പേടുകളാക്കി മാറ്റല്ല അല്ലാ. റബ്ബേ, ആരുടെയും കുരുത്തക്കേട് സമ്പാദിച്ചവരാക്കല്ല അല്ലാ, ആരുടെയും കുരുത്തക്കേട് സമ്പാദിച്ചവരാക്കല്ല അല്ലാ. റബ്ബേ, നിന്നെ ധിക്കരിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാ, മാതാപിതാക്കളെ വെറുപ്പിച്ചവരിൽ പെടുത്തല്ല അല്ലാ, മദ്യപിച്ചവരിൽ പെടുത്തല്ല അല്ലാ, വ്യഭിചരിച്ചവരിൽ പെടുത്തല്ല അല്ലാ. നോക്കണം നിങ്ങൾ, ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. അവയവ പ്രക്ഷേപണത്തെക്കുറിച്ച് തൽക്കാലം നമുക്കവിടെ നിർത്താം. അടുത്ത ആയത്തെന്താ? കാരണം ഇന്ന് മുഴുവനും തീരണം, അതുകൊണ്ട് ഇങ്ങനെ അർത്ഥം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്ത ആയത്ത്, നിങ്ങളെന്തേ നിങ്ങൾ അവയവങ്ങളെ കൊണ്ട് പ്രക്ഷേപണം നടത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോ, നിങ്ങൾ അവയവങ്ങളെ കൊണ്ട് മൊഴി നൽകിപ്പിക്കുമെന്ന് പറയുമ്പോ നിങ്ങൾക്കൊരത്ഭുതം തോന്നുന്നുണ്ടോ? അതൊക്കെ എങ്ങനെയാ നടക്കുക? അതൊക്കെ എങ്ങനെയാ നടക്കുക? നാം ഉദ്ദേശിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആഖിറത്തിലെത്തിയിട്ട് നിങ്ങളെ മാനം കെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിങ്ങളോട് പകരം ചോദിക്കാൻ കഴിയാത്ത കഴിവുകെട്ട റബ്ബല്ല ഞാൻ, കഴിവുകെട്ട റബ്ബല്ല ഞാൻ, ഞാൻ കഴിവുള്ളവനാണ്. അതാണ് അല്ലാഹു അടുത്ത ആയത്തിൽ പറയുന്നത്. സംഗതിയൊക്കെ ശരിയാണ്, അതൊക്കെ ആഖിറത്തിലെത്തിയിട്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുമോ? എന്നാലേ ആഖിറത്തിലൊന്നും എത്തണ്ട, ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോ നിങ്ങളെ മാനം കെടുക്കണമെങ്കിൽ വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ് സിറാത ഫഅന്നാ യുബ്സിറൂൻ വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതഉ മുദിയ്യൻ വലാ യർജിഊൻ. വലൗ നശാ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അവരാ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കമ്പനി അടിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കൂത്താടിക്കൊണ്ടിരിക്കുമ്പോ, നിശാ ക്ലബ്ബുകളിൽ നിശാസുന്ദരികളോടൊപ്പം പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ, അപ്പം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലത്വമസ്നാ അലാ അഅ്യുനിഹിം, അവരുടെ കണ്ണുകൾ തുടച്ചു നീക്കാൻ നമുക്ക് കഴിയൂലേ? അല്ലാഹു ചോദിക്കാൻ, അവരുടെ കണ്ണുകൾ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തുക എന്നർത്ഥം. അതിനല്ല പ്രയോഗിച്ചത് കാഴ്ച നഷ്ടപ്പെടുത്തുക എന്നല്ല. കണ്ണ് ഇവിടെ ഒരു കുഴി പോലും കാണാത്ത രൂപത്തിൽ നെറ്റിത്തടം പോലെ ഇങ്ങോട്ട് ഈ കുഴിയടക്കം അങ്ങോട്ട് പൂർണ്ണമായി മൂടിക്കളയുക. ലത്വമസ്നാ അലാ അഅ്യുനിഹിം. ത്വംസ് എന്ന് പറഞ്ഞാൽ അറബി പദത്തിന്റെ അർത്ഥം തഅ്ഫിയതു ശിഖിൽ ഐനി ഹത്താ തഊദ മംസൂഹതൻ. ഈ നെറ്റിത്തടം കുറച്ചും കൂടെ അങ്ങോട്ട് തടഞ്ഞു നീട്ടിയതാണോ എന്ന് തോന്നും കണ്ടാൽ. ആ രൂപത്തിൽ കുഴി പോലും, നേരത്തെ ഉണ്ടായിരുന്ന കണ്ണിന്റെ അടയാളം പോലും കാണാതെ നെറ്റിയുടെ പലക ഒരൽപ്പവും കൂടെ ഇങ്ങ് നീട്ടി. കണ്ണില്ലാത്ത അവസ്ഥയിൽ ജനങ്ങളെ, നിങ്ങളെ ആക്കാൻ എനിക്ക് കഴിയൂലേ? നിങ്ങളെ ആക്കാൻ എനിക്ക് കഴിയൂലേ? അങ്ങനെ എങ്ങാനും നിങ്ങളെ ആക്കി കഴിഞ്ഞാൽ വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ് സിറാത്ത്, അപ്പോൾ അവർ വഴിയിലേക്ക് മുന്നേറും. എല്ലാവരുടെയും കണ്ണങ്ങ് പൊട്ടി. തടഞ്ഞു നോക്കുമ്പോൾ കണ്ണിന്റെ കുഴി തന്നെ കാണുന്നില്ല. എന്തൊരു അദാബാ നമുക്ക് വന്നത്. ശരി, എല്ലാവരും അവിടുന്ന് എഴുന്നേറ്റു, പോകടാ, പൊരേക്ക് പോക. ഫസ്തബഖുസ് സിറാത്ത്, വന്ന വഴിക്കേ അവർ മുന്നേറും. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അവർ വഴിയിലേക്ക് മുന്നേറും. ഫസ്തബഖുസ് സിറാത്ത്,
ധൃതി പിടിച്ച് വഴിയിലേക്ക് പോകും. ഫഅന്നാ യുബ്സിറൂൻ, പക്ഷേ അവർക്കെങ്ങനെ കണ്ണു കാണാനാണ്? ഞാൻ കണ്ണു തുടച്ചില്ലേ? അങ്ങനെ അതാ ഒരു നിശാ ക്ലബിൽ നിന്ന് 8-10 ടീം ഇങ്ങനെ ഇറങ്ങി വരുന്നു. കണ്ണില്ലാതെ തപ്പിപ്പിടിച്ചിങ്ങനെ നടക്കുന്നു. എല്ലാ സ്ഥലത്തും തട്ടിമറിഞ്ഞു വീഴുന്നു. ഇങ്ങനെ ഒരവസ്ഥയെങ്ങാനും നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യടോ? നിങ്ങൾക്ക് എന്നെ വെല്ലുവിളിക്കാൻ കഴിയടോ? വേണമെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കാൻ എനിക്ക് കഴിയും. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നും ഈ ഉമ്മത്തിന് നൽകിയ ഒരു വെല്ലുവിളിയാണ്. പക്ഷേ റബ്ബ് പറഞ്ഞു, ഞാൻ റഹ്മാനാണ്, എന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെന്നു മാത്രം. അതുകൊണ്ടാ വലൗ നശാ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷേ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല, ആഖിറത്തിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. അത് അതിൽ നിന്ന് തന്നെ തിരിയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ ഈ ഒരു ഭീഷണിയൊക്കെ നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ? എന്നിട്ടോ അത് ശരി, കണ്ണ് എടുത്തു കളയുമെന്നല്ലേ, കണ്ണിന്റെ കാഴ്ച കളയുമെന്നല്ലേ, എന്നാ ഞങ്ങൾ തപ്പിപ്പിടിച്ചു പോകും. അല്ലെങ്കിൽ പരിചയക്കാരെ അങ്ങാടിയിൽ നിന്ന് വിളിക്കും. എന്റെ അയൽക്കാരനെ വിളിച്ചാൽ എനിക്കറിയൂലേ, ഇന്ന പീടികയിൽ കച്ചവടം ചെയ്യുന്നത് എന്റെ അയൽക്കാരനാണ്. അവനെ വിളിച്ചിട്ട്, അബൂബക്കർ കാക്ക, നമുക്കിങ്ങനെ ഒരു ദുരന്തം വന്നിരിക്കുന്നു, എന്നെ ഒന്ന് വീട്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ കയ്യും പിടിച്ച് എത്തിച്ചു തരൂലേ? അല്ല പറയുന്നു, കണ്ണ് തുടച്ചാൽ നിങ്ങൾ ഇരുട്ടിൽ തപ്പി നടക്കുമെങ്കിൽ, പരസഹായത്തോടെ നടക്കുമെങ്കിൽ, വലൗ നശാ, അതിലും വലിയ ഒരു വെല്ലുവിളിയാണ് അടുത്തേത്, അതിലും വലിയൊരു താക്കീതാണ് അടുത്തേത്. വലൗ നശാ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കൂത്താടിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടിൽ ലമസഖ്നാഹും, അവരെ കോലം മറിച്ചിടാൻ നമുക്ക് കഴിയൂലേ? ഒരാണും പെണ്ണും വ്യഭിചരിക്കുമ്പോ 2 പാറകളാക്കി അങ്ങ് മാറ്റാൻ അല്ലാഹുവിന് കഴിയൂലേ? കാലാകാലം കയ്യും കാലും കണ്ണും മൂക്കുമൊക്കെയുള്ള 2 പാറകൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രംഗം. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചിന്തിച്ചോ? അനാവശ്യ കേന്ദ്രങ്ങളിൽ ആരും കാണാതെ ചെന്നിരുന്നു നീ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോ അവിടെ വെച്ച് അല്ലാഹു നിന്നെ ഒരു പ്രതിമ രൂപത്തിൽ മറച്ചു കളഞ്ഞാൽ നീ എന്തു ചെയ്യും? ഒരു പാറക്കഷ്ണത്തെ പോലെ നീ അങ്ങ് അല്ലാഹു നിന്നെ മാറ്റിക്കളഞ്ഞു. അനങ്ങാത്ത കല്ലാക്കി കളഞ്ഞു, ഒരു മുട്ടിയാക്കി കളഞ്ഞു, ഒരു മരക്കഷ്ണമാക്കി കളഞ്ഞു. നിനക്കെന്ത് ചെയ്യാൻ കഴിയും? അതാ തലപൊക്കി നിൽക്കുന്ന പ്രതിമകൾ കണ്ടില്ലേ നിങ്ങൾ? അത്തരത്തിലുള്ള പ്രതിമകളാക്കി മാറ്റാൻ വേണമെങ്കിൽ കഴിയില്ലേ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കണം. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിമകൾ ഇത്തരം ഒരു പ്രതിമയാക്കി, അത് കോലം മറിച്ചിട്ട പ്രതിമകളാണെന്നല്ല പറഞ്ഞത്, എന്നാൽ അതേ രൂപത്തിലുള്ള ഒരു പ്രതിമ ഒരു പക്ഷേ അത്തരം കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് കൂത്താടുമ്പോൾ, കുടിച്ച് മദ്യപിക്കുമ്പോൾ, വട്ടമിട്ടിരുന്ന് മദ്യപിക്കുമ്പോൾ, ഒരു 10 ആള് വട്ടമിട്ടിരുന്ന് മദ്യപിക്കുന്ന കല്ലിൻ മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ കാണാൻ, മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ കാണാൻ ഒരു പക്ഷേ യോഗമുണ്ടായാലോ? മോനെ കുടിക്കല്ല, അല്ലാഹു പറയുന്നു. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം, നമ്മൾ ഉദ്ദേശിച്ചാൽ അവരെ നമ്മൾ കോലം മറിച്ചിടും. അലാ മകാനതിഹിം, അവരെവിടെയാണോ ഉള്ളത് ആ സ്പോട്ടിൽ, കണ്ടോ, അവരുള്ള സ്പോട്ടിലിട്ടങ്ങ് കോലം മറിച്ചാൽ, സിനിമാ ഹാളിലായിരിക്കാം, നിശാ ക്ലബിലായിരിക്കാം, ചീട്ടുകളി കമ്പനിയിലായിരിക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് വേശ്യാലയങ്ങളിലായിരിക്കാം, മദ്യഷാപ്പിലായിരിക്കാം, എവിടെയാണെങ്കിലും ശരി, നീ ഇരിക്കുന്ന ആ സ്പോട്ടിലിട്ട് നിന്നെ അങ്ങ് കോലം മറിച്ചാൽ എന്നും എന്നും അതേ രൂപത്തിൽ തന്നെ കള്ള് മോന്തുന്ന സമയത്ത്, മദ്യം മോന്തുന്ന സമയത്ത്, അതാ പെട്ടെന്നാണ് ആ കസേരയിൽ നിന്നെ നിന്നെ പെട്ടെന്നൊരു കല്ലാക്കി അങ്ങ് മാറ്റിയാൽ, അതാ തുടർന്ന് കടന്നു വരുന്നവർക്ക് എന്നും കാണാൻ പറ്റുന്ന രൂപത്തിൽ അതാ അവിടെ കിടക്കുന്നു അൻവർ. അവൻ കള്ളു കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം പിന്നെ വെട്ടിപ്പൊളിച്ച് മാറ്റേണ്ടി വരില്ലേ? ആമറുകൾ എടുത്ത് പൊട്ടിക്കേണ്ടി വരില്ലേ? തോട്ട വെച്ച് പൊട്ടിച്ച് മാറ്റേണ്ട വലിയ ഒരു പാറക്കല്ലാക്കിയിട്ട് അല്ലാഹുവിന് നിന്നെ മാറ്റിക്കൂടെ? വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതഉ മുദിയ്യം വലാ യർജിഊൻ. മറ്റിടത്ത് നിങ്ങൾ വീമ്പ് പറഞ്ഞിരുന്നു, കണ്ണിന്റെ കാഴ്ച പോയാ ഞാൻ തപ്പിപ്പിടിച്ചു പോകും, പോടാവെന്ന് കാണട്ടെ. ലമസഖ്നാഹും, കോലം മറിച്ച് കല്ലോ മുട്ടിയോ ആക്കിയിട്ട്, ഇരുമ്പിൻ കഷ്ണമാക്കിയിട്ട്, പാറക്കഷ്ണമാക്കിയിട്ട് ഞാൻ അങ്ങ് കോലം മറിച്ചിട്ടാൽ ഫമസ്തതഉ മുദിയ്യ, മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. മുന്നോട്ട് നടന്നു പോകാൻ അവർക്ക് കഴിയോ? ഇല്ല.
ഫമസ്തതാഉ മുദിയ്യൻ, അവർക്ക് മുന്നോട്ട് നടന്നു പോകാൻ കഴിയില്ല എന്നല്ല, വലാ യർജിഊൻ, പിന്നോട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയോ, അതും കഴിയില്ല. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വൈകിട്ട് കോലം മറിച്ചേക്കാം. എന്നാ ഒരാൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയോ, ഒരു പക്ഷേ ലക്ഷ്യത്തിൽ എത്തിയില്ലെന്ന് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് നന്നായി ഓർക്കണം. എന്താണ് ഹാലിങ്ങോട്ട് ഇളകിയ എന്തൊക്കെയാ പറയേണ്ടത്, എന്തൊക്കെയാ കാട്ടേണ്ടത് എന്നറിയില്ല. ഇത്തരം എന്തെങ്കിലും ഒരു സംഗതികൾ ഓർമ്മ ഉണ്ടായാൽ നല്ലതാണ്. ഏതെങ്കിലും ഒരായത്തെങ്കിലും പൊള്ളുന്ന ഒരു താക്കീത് തരുന്ന ഒരായത്തെങ്കിലും ഓർമ്മ ഉണ്ടായാൽ പഠിച്ചോനെ അല്ലേ. 4 ആളെ എകരത്തിൽ ഇവനിങ്ങനെ ചാടുക. തലപ്പാവ് ഞങ്ങൾ തട്ടിത്തെറിപ്പിക്കും, താടി ഞങ്ങൾ വടിക്കും എന്ന് പറഞ്ഞിട്ട് തലപ്പാവ് തട്ടാനും താടി വടിക്കാനും മുദ്രാവാക്യം വിളിച്ചിട്ട് ഇവനിങ്ങനെ ചാടുകയാണ് മേലോട്ട്. എന്താ കാരണം? ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് മേലോട്ട് ചാടിയാൽ ഓർക്കണം, മുഷ്ടി ചുരുട്ടി നിലം തൊടാതെ നിൽക്കുന്ന ഒരു കൽപ്രതിമ ഒരുപക്ഷെ അല്ലാഹു അവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. അല്ലെങ്കിൽ ഒരു കാല് നിലത്ത് വെച്ച് ഒരു കാല് പൊക്കിപ്പിടിച്ച ഒരു കൽപ്രതിമയുടെ ചിത്രം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത് നമ്മളായേക്കാം. ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ പറയല്ല, അല്ലാഹു സൂറത്തു യാസീനിൽ പറഞ്ഞ 2 താക്കീതുകൾ ഞാൻ പറയുന്നു. തെറ്റു ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല 2 താക്കീതുകളാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വെറുതെ വെടിവട്ടം കൂട്ടണ്ട. ആ വെടിവട്ടത്തെ അല്ലാഹുവിന് കല്ലാക്കി മറിച്ചിടാൻ കഴിയും. മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്, ഇത്തരം വികലമായ അവസ്ഥയിലേക്ക് എൻ്റെ ഉമ്മത്തിനെ മാറ്റരുത് എന്ന്. അതുകൊണ്ട് തൽക്കാലം ചെറിയ ഒരു മാറ്റമുണ്ട്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ചാൽ അതിന് കഴിയൂലേ. ഈ താക്കീത് നമ്മുടെ മനസ്സിൽ തട്ടണം. വിശ്വാസിയായ മനുഷ്യനോട് ഞാൻ പറയുന്നു, ഈ താക്കീത് മനസ്സിൽ തട്ടണം. അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും അപകടം ചെയ്യും കേട്ടോ. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ. ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ, മുന്നോട്ട് പോകാനോ വലാ യർജിഊൻ, പിന്നോട്ട് മടങ്ങാനോ സാധ്യമല്ല. ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം എന്നിടത്ത് ഇങ്ങനെ പോന്നിട്ട് അതാ ശക്തമായ ഭീഷണി നൽകുന്നു. ലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ് സിറാത ഫഅന്നാ യുബ്സിറൂൻ വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ. ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ. ഓ, അങ്ങനെയൊക്കെ റബ്ബിന് ചെയ്യാൻ കഴിയോ? എന്റെ കയ്യ് അത് പ്രതിമയാക്കി മാറ്റിയിടാൻ കഴിയുന്നോ? ആ റബ്ബിനെ ഞാനൊന്ന് കാണട്ടെ. ഞാൻ ആ കയ്യ് പൊക്കുന്നു, ഞാൻ ആ കയ്യ് വലിക്കുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യ് താഴ്ത്തും. കണ്ടോ നിങ്ങൾ, നിരീശ്വരവാദികൾ പറയാറുണ്ടല്ലോ, യുക്തിവാദികൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ, ഒന്ന് കുലുങ്ങട്ടെ ഈ ലോകം എന്ന് പലപ്പോഴും ധൈര്യസമേതം പറയാറുണ്ട്. അതേ രൂപത്തിൽ പിടുത്തം വിട്ട ധൈര്യമുള്ളവരുണ്ടാകുമെന്ന് അല്ലാഹുവിനറിയാം. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കുക, വമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. അതാ പടച്ച റബ്ബിനത് കഴിയോ എന്ന് ചോദിച്ച് വീമ്പ് പറയണ്ട. നിങ്ങൾക്ക് സാധാരണ തരുന്നതിൽ ഒരു 4 വയസ്സ് പ്രായം നിങ്ങൾക്ക് കൂടുതൽ തന്നാൽ, വമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിഘടന നാം നേരെ ഉൽട്ടയാക്കി തലക്കിഴേ മറിച്ചിടും. നുനക്കിസ്ഹു ഫിൽ ഖൽഖ്. സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന 60-70 വയസ്സിനപ്പുറത്ത്, ഒരു 90-100 വയസ്സ് 100-അപ്പുറത്ത് ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, സൃഷ്ടിഘടനയിൽ അവനെ അതാ നേരെ ഉൽട്ടയാക്കുന്നു നമ്മൾ. നേരത്തെ പരസഹായം വേണ്ടിയിരുന്നു അവന് ഭക്ഷണം കഴിക്കാൻ. 90, 80, 85, 90 പ്രായമാകുമ്പോ, വാപ്പാ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ വാരിത്തരണം,
കുട്ടിയായിരുന്ന കാലത്ത് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സ്വന്തം കഴിയില്ല, കൈകൊണ്ട് വാരിയെടുത്ത് തിന്നാൻ കഴിയില്ല, ഉമ്മ വാരിത്തരേണ്ടിയിരുന്നു, സ്വന്തം ചവച്ച് തിന്നാൻ കഴിവില്ലായിരുന്നു. അതേ, ഇന്നും അതേ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വറ്റെങ്ങാനും തടഞ്ഞാൽ പോകില്ല, ജ്യൂസ് മോഡലിൽ അടിച്ചു തരണം, അല്ലെങ്കിൽ മക്കള് ചവച്ചരച്ചു തരണം, അത് വിഴുങ്ങാനേ വാപ്പക്ക് കഴിയൂ. അതേ, നുനക്കിസ്ഹുഫിൽ ഖൽഖി, തലക്കീഴെ കൊണ്ടുവരും സൃഷ്ടിഘടനയുടെ വിഷയത്തിൽ നേരത്തെ സ്വന്തം എഴുന്നേൽക്കാൻ കഴിയില്ലായിരുന്നു. എഴുന്നേൽക്കുമ്പോഴേക്ക് വിറച്ച് വീണു പോകുകയായിരുന്നു ചെറിയ കുഞ്ഞായിരുന്ന അന്ന്. പിന്നെ പതുക്കെ അല്ലാഹു ഖുവ്വത്ത് നൽകിയതാണ്. എന്നാൽ ഒരു 85 കഴിഞ്ഞാൽ പിന്നെ വടിയുടെ സഹായമില്ലാതെ നിൽക്കാൻ കഴിയില്ല, ഒരാൾ പൊക്കിത്തരാതെ എഴുന്നേൽക്കാൻ കഴിയില്ല. കിടന്ന ബെഡിന് തന്നെ മൂത്രവും കാഷ്ടവും ചെറിയ കുഞ്ഞു ചെയ്യുന്നത് പോലെ തന്നെ കിടന്ന ബെഡിൽ തന്നെ മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ വയ്യ. നേരത്തെ പല്ലില്ലായിരുന്നു, അതാ പ്രായം ചെന്നപ്പോ ഇവന്റെ പല്ലുകളെല്ലാം വീണുപോയിരിക്കുന്നു, എല്ലാ പല്ലുകളും അവന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയത്തിലും നുനക്കിസ്ഹുഫിൽ ഖൽഖ്, നേരത്തെ അവന്റെ ഉമ്മയൊന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചാൽ അവന് കുതറാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് അവൻ വളർന്നു വന്നത്. അങ്ങനെ വലുതായി ശക്തി പ്രാപിച്ചപ്പോ ആ ഉമ്മയുടെ മുഖത്തവൻ ആഞ്ഞു തള്ളിയിട്ടുണ്ട്. അത് കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. സഹോദരിയുടെ തിരിപ്പ് കാരണം, സ്വന്തം ഭാര്യ തിരിച്ചു കൊടുത്തത് കാരണം, ഒരു സഹോദരൻ സ്വന്തം ഉമ്മയുടെ നാഭിക്ക് ചവിട്ടിയിട്ട് ഉമ്മ മലർന്നടിച്ച് വീണ സംഭവം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്കറിയാം. 80 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയുടെ നാഭിക്കാണ് അവൻ ചവിട്ടിയത്. ആ ചങ്ങാതി ചിന്തിച്ചോ, അപ്പഹയനോർത്തോ, ഒരു കാലത്ത് ഞാൻ കിടന്നിരുന്നത് ആ നാഭിയിലായിരുന്നു എന്നവൻ ചിന്തിച്ചില്ല. അന്ന് എന്നെ ഓരോ സമയത്തും എനിക്ക് അനക്കമുണ്ടോ, എന്റെ ശരീരം അനങ്ങുന്നുണ്ടോ, എന്റെ കുട്ടി മരിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടെ വയറ്റിന്മേൽ കൈവച്ച് പരിശോധിച്ച ഉമ്മയാണ്. പെറ്റുവീണ് ആ ഉമ്മ എങ്ങോ കുപ്പത്തൊട്ടിയിൽ എടുത്തു മാറ്റുകയല്ല ചെയ്തത്. നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു മോളെ, വേണ്ടതൊക്കെ ചെയ്തു തന്നു മോനെ. അങ്ങനെ വലുതാക്കി എടുത്തതാണെന്ന് ഇവൻ മറന്നുപോയി. അങ്ങനെയാണ് ഇവൻ ആ ഉമ്മയെയും ഉപ്പയെയും ആക്രമിക്കാൻ തയ്യാറായതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഒരു കാരണവശാലും മാതാപിതാക്കളെ ധിക്കരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നിരുന്ന വിഷയം അതല്ല. ചെറുപ്പത്തിൽ അതാ നിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹായമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവരൊന്ന് ഭദ്രമായി പിടിച്ചാൽ നീ വേദന കൊണ്ട് ഞെരിഞ്ഞു പൊളയുമായിരുന്നു, നിനക്ക് ആരോഗ്യം കുറവായിരുന്നു. എന്നാൽ അതേ അവസ്ഥയിലേക്ക് നിനക്ക് ദുർബലത വരുന്നു. എപ്പോഴാ നിനക്ക് ദുർബലത വരുന്നത്? ഒരു 80, 85, 90 വയസ്സ് പ്രായം ചൊല്ലുമ്പോൾ നിനക്ക് വീണ്ടും ദുർബലത വരുന്നു. നിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നീയൊരു പോക്കിരിയല്ല, നീയാണ് നിന്റെ കാര്യം നിയന്ത്രിക്കുന്നതെന്ന് കരുതണ്ട. നീ ചോദിച്ചല്ലോ, എൻ്റെ കൈ എങ്ങനെ തളരാവെന്ന് കാണട്ടെ, എൻ്റെ കൈ എങ്ങനെ കല്ലാവുക എന്ന് കാണട്ടെ. ലമസഖ്നാഹും അലാ മക്കാനതിഹിം എന്ന് പറഞ്ഞപ്പോൾ 85 കഴിഞ്ഞ ഉപ്പയോടല്ല പറയുന്നു, നീ നിന്റെ യുവത്വത്തിൽ എന്നെ വെല്ലുവിളിച്ചിരുന്നല്ലോ, എടോ ഒന്നും വേണ്ട, ഞാൻ നിന്നെ കല്ലാക്കിയിട്ടില്ല, നിന്റെ കയ്യും കാലും നിന്റെ കയ്യിലുണ്ട്. എടോ നീ നിന്റെ ഈ കൈ ഇപ്പോഴൊന്ന് പൊക്കാൻ തയ്യാറാണോ? ഒരു മുദ്രാവാക്യം വിളിക്കടാ എന്ന് പറഞ്ഞാൽ കഴിയുമോ ഈ ഉപ്പക്ക്? ഒന്ന് ചാടടാ എന്ന് പറയുമ്പം കയ്യും കഴിയുമോ? ഇല്ല. ഈ കാര്യം നമ്മൾ ഓർക്കണം. ഇതാണ് ഈ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ശക്തമായ പ്രഖ്യാപനങ്ങളാണ്. നോക്ക് നിങ്ങൾ, യാസീനിന്റെ ആത്മാവ് ഇവിടെയാണ് വരുന്നത്. ഇതുവരെ നമ്മളോട് പറഞ്ഞിരുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ എന്തിനായിരുന്നു ഖുർആനിന്റെ ഹിക്മത്ത് ഇത്രയും ദിവസം നമ്മൾ പ്രസംഗിച്ചത്? എന്തിനാണ് ഹബീബുൻ നജാറിന്റെ സമർപ്പണം നമ്മൾ പറഞ്ഞത്? അതൊക്കെ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരാനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം വരാനുണ്ട്, ഓർക്കണം. അപ്പൊ അല്ലാഹു തആല ഇത്തരം ഭീഷണികൾ നൽകുമ്പോൾ അതിനൊക്കെ കയ്യോന്ന് ചോദിച്ചാൽ ദുനിയാവിൽ തന്നെ നിനക്കതാ അതിനുള്ള തെളിവുകള് നിന്റെ സ്വന്തം ശരീരഘടനയിലുണ്ട്. എന്താ നീ ഓർക്കാത്തത്? വാർദ്ധക്യ ദശയിൽ മനുഷ്യന്റെ സൃഷ്ടിഘടന അത് സമ്പൂർണമായും ഉൽട്ടയാക്കുന്നില്ലേ നമ്മൾ? ഇതിന് കഴിയുന്ന റബ്ബിന് നേരത്തെ പറഞ്ഞ
ത്വംസിനും മസ്ഹിനും കഴിയുകയില്ലേ? ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവന് നിങ്ങളുടെ കാതുകൾ, നിങ്ങളുടെ കണ്ണുകൾ തുടച്ചു കളയാൻ കഴിയില്ലേ? അവന് നിങ്ങളെ കോലം മറിച്ചിടാൻ കഴിയില്ലേ? തീർച്ചയാണ്, കഴിയും എന്ന കാര്യം ഉറപ്പാണ്. യാതൊരു സംശയവുമില്ല, ആ കാര്യം ഉറപ്പാണ്. സാധിക്കുക തന്നെ ചെയ്യും, ഒരു ബേജാറും ആവേണ്ടതില്ല. പടച്ച റബ്ബ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്ന് അള്ളാഹു ആണ് പ്രഖ്യാപിച്ചതെങ്കിൽ, അള്ളാഹുവാണ് ഈ ഭീഷണി മുടക്കിയതെങ്കിൽ, ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ചെയ്തിരിക്കും. പക്ഷേ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ തൽക്കാലം ഞാൻ കരുതിയിട്ടില്ല. നാളെ പരലോകത്ത് വെച്ചാണ് നിങ്ങളെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അഫലാ യഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലയോ? മനുഷ്യന്മാർ ഇതൊന്നും കണ്ട് പാഠം പഠിക്കുന്നില്ലയോ? ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് ശൈശവ ദശയിലുണ്ടാകുന്ന അതേ ദൗർബല്യങ്ങൾ വാർദ്ധക്യ ദശയിലും തിരിച്ചു വരുന്നു. അല്ലാഹ് പറയുന്നു, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. സൂറത്തുൽ ഹജ്ജ് 5-ാം വചനം, സൂറത്തുൽ ഹജ്ജ് 5. അവിടെയാണ് പറയുന്നത്, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ യുറദ്ദു, അല്ലാഹ് തിരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്, ഇലാ അർദലിൽ ഉമരി, അവശമായ പ്രായത്തിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പത്തിലേക്ക് തിരിക്കും പോലെയാണ്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, 95, 100, 110 പ്രായമങ്ങ് തന്നാൽ അവശമായ പ്രായത്തിൽ കിടന്ന് മൂത്രമൊഴിക്കേണ്ടി വരും. കിടന്ന ബെഡിൽ നിന്ന് കാട്ടവും മൂത്രവും എടുക്കേണ്ടി വരും. വല്ലാത്ത ഒരു വിഷമമാണ്. അർദലുൽ ഉമറിലേക്ക് തള്ളിക്കളയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്തിന്? അവൻ വലിയ പണ്ഡിതനായിരുന്നു, അവൻ വലിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, റബ്ബേ ഞങ്ങളെ അർദലുൽ ഉമറിലേക്ക് തള്ളരുത് എന്ന് എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. കിടന്നിടത്ത് കിടന്ന് ഞങ്ങളുടെ മൂത്രവും കാട്ടവും എടുക്കുന്ന ഒരവസ്ഥ, അത് കുടുംബത്തെ കൊണ്ട് എടുപ്പിക്കുന്ന അവസ്ഥ. എത്ര തന്നെ സ്നേഹമുള്ള മക്കളായാലും, എത്ര തന്നെ സ്നേഹമുള്ള മരുമക്കളായാലും 2 നേരം എടുത്താൽ മടുക്കും, 10 ദിവസം എടുത്താൽ മടുക്കാനുള്ള സ്നേഹമേ ഉള്ളൂ. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിനെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയുന്നു, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്ത വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയുന്നു, റബ്ബേ, ഞങ്ങളെ കുടുംബത്തിനെ വെറുപ്പിക്കുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ഞങ്ങളെ നീ ബെഡിൽ നീട്ടിയിടരുത് റഹ്മാനെ. അവശമായ പ്രായത്തിൽ കൂടുതൽ കാലം നീ നീട്ടിയിടരുതല്ലാഹ്, നീട്ടിയിടരുതേ റഹ്മാനെ. പഠിച്ചോനെ, കുടുംബത്തിന് വെറുപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ല റഹ്മാനെ. പ്രാഥമിക ആവശ്യമെങ്കിലും മരിക്കോളം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെയും വെറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾ സ്നേഹമുള്ളവരാണ്, ഭാര്യമാര് സ്നേഹമുള്ളവരാണ്, വേണ്ടപ്പെട്ടവർ സ്നേഹമുള്ളവരാണ്. പക്ഷേ കിടന്നാൽ ആർക്കും വെറുക്കും. ആ ഒരവസ്ഥ നീ ഉണ്ടാക്കല്ല റഹ്മാനെ. അർദലുൽ ഉമറിലേക്ക് എത്തിപ്പോകുന്നവരുണ്ട്. അത് ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക്. പടച്ച റബ്ബിന് നിങ്ങളെ കൊണ്ട് എന്ത് കളിയും കളിപ്പിക്കാൻ കഴിയും എന്നതിന് തെളിവാണ്. ചിന്തിച്ചോ, വമന്നു അമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. എന്തേ മനുഷ്യ സമൂഹം ചിന്തിക്കുന്നില്ലേ? കഴിഞ്ഞു. സൂറത്തു യാസീൻ ഏകദേശം അതിൻ്റെ ആ സമാപനത്തിലേക്ക് കടന്നു. ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വചനങ്ങളുടെ അർത്ഥം, ആയത്തുകളുടെ അർത്ഥം മാത്രം വെച്ച് പോയെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. കാരണം നമ്മുടെ ആ സദസ്സ് കൂടുതൽ നേരം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാന ദിവസമാണ്, ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യാനുണ്ട്. നമ്മളും ഇതുവരെ ഈ സദസ്സിൽ എന്നും ദുആ വളരെ ചുരുക്കിയേ ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്നും ചെറിയ ഒരു ദുആ ചെയ്യും. ആധികാരികമായി ബഹുമാനപ്പെട്ട തങ്ങൾ ഔദ്യോഗികമായി ദുആർക്കും. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ എന്ന് ഉണർത്തുന്നു. തൽക്കാലം ഒരു 4 ആയത്തായിട്ട് ബാക്കി വെക്കാൻ നിങ്ങളും അനുവദിക്കില്ല. അതുകൊണ്ട് അതും അങ്ങോട്ട് പറയട്ടെ വളരെ ചെറിയ രൂപത്തിൽ. ഇന്നൊരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. ഈ 10 ദിവസം ഇവിടെ വന്ന് ഇതേ രൂപത്തിൽ ഈ സദസ്സ് ധന്യമാക്കിയ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും. അള്ളാഹു നാളെ സ്വർഗത്തിൽ ഇതുപോലെ നമുക്ക് ബന്ധപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ. നമ്മൾ പറഞ്ഞ സ്വർഗത്തിലെ സ്വർഗീയ സംഗമം, വാപ്പി ഉമ്മി മക്കളും ഒക്കെ ഒത്തുകൂടിയിട്ട്
നാളെ നമുക്ക് സ്വർഗത്തിലിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ സദസ്സ് കൊണ്ട് അള്ളാഹു നമുക്കതിന് ആ തൗഫീക്ക് ഒരുക്കിത്തരട്ടെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ആ അവസരം ഒരുക്കിത്തരണേ അല്ലാ. അബ്ബേ ഞങ്ങളുടെ സാധാത്യങ്ങൾക്ക് ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. അവരോടൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഏകദൈവത്വവും എന്ന് പറഞ്ഞാൽ തൗഹീദ്, ഏക ഇലാഹിലുള്ള വിശ്വാസം. തുടക്കത്തെ പ്രഭാഷണത്തിലേക്ക് വരണം. അപ്പോഴേ ഇനി അടുത്ത ആയത്ത് എന്തിനു പറഞ്ഞു എന്നുള്ളത് വരുള്ളൂ. ഇതുവരെ ഇപ്പൊ സംസാരിച്ച വിഷയം എന്താ? സൂറത്തു യാസീൻ, തൗഹീദും റിസാലത്തും ആഖിറത്തും. ഞാൻ പറഞ്ഞു ഈ 3 അച്ചുതണ്ടിൽ കിടന്നിങ്ങനെ കറങ്ങുകയാണ് സൂറത്തു യാസീൻ, വ്യതിചലിക്കുന്നില്ല. അതിൽ എന്നെയാ ഉള്ളത്. അത് ഞാൻ 1-ാമത്തെ ദിവസം കൊണ്ട് പറഞ്ഞു. അതിലേക്ക് എന്നെ വീണ്ടും വീണ്ടും കയറി വരുന്നത് വൈലൈഹി തുർജഊൻ വരെയുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഓരോ മാറ്റങ്ങളെക്കുറിച്ച്. കൃത്യമായ ഒരു ബന്ധം ഓരോ ആയത്തുകൾ ഒന്നൊന്നിൽ ഇങ്ങനെ കൊളുത്തിയിട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാസീൻ ഓതാൻ ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. ഒരാൾ എന്നോട് പറഞ്ഞു, വിളിച്ച് ഫോണിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇപ്പോൾ യാസീൻ ഓതുമ്പോൾ ഒരു വല്ലാത്ത സുഖം തോന്നുന്നു. കാരണം പൂർണ്ണമായി അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും ഓരോ വാക്കുകളും ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ ഉദ്ദേശം എന്നൊരു ചെറിയ രൂപത്തിലെങ്കിലും ഒരു പിടുത്തം കിട്ടുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. ഓരോ സൂറകളും ഇതുപോലെ ചർച്ച ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ധാരാളം സൂറകളുണ്ട്. ആ സൂറകൾക്കൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ കേൾക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. തൗഹീദിനെ കുറിച്ച് പറഞ്ഞപ്പം, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറഞ്ഞപ്പം, പരലോക വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പം, സ്വർഗവും നരകവും വിവരിച്ചപ്പോൾ, ഏകദൈവത്വവും പരലോക വിശ്വാസം, പുനരുത്ഥാനം, സ്വർഗം, നരകം, അവയവ പ്രക്ഷേപണം, ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അധ്യാപനങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഈ 3 കാര്യങ്ങളെക്കുറിച്ചേ സംസാരിക്കുന്നുള്ളൂ. എന്തു പറഞ്ഞാലും ആത്യന്തികമായി അത് ചെന്നെത്തുന്നത് ഈ 3 തത്വങ്ങളിലേക്കാണെന്ന് 1-ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3 തത്വങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ടീം ഹബീബായ റസൂലുള്ളാഹിയുടെ അധ്യാപനങ്ങളെ കേവലം കവിഭാവനകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ചു. കണ്ടാ, എന്താണ് മുഹമ്മദ് ഈ പറയുന്നത്? ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നതാണോ? ഇതൊക്കെ നമ്മുടെ കവികൾ പാടുന്ന കവിത പോലെ എന്നല്ലാതെ എന്ത് പറയാനാ? മുഹമ്മദ് 1-ാം തരം ഒരു ഷായിറാണ്. കാരണം കവികൾക്കൊരവസ്ഥയുണ്ട്. കവിമനസ്സിലെ ഭാവനകളാണ് ഇത്. അന്തസാരശൂന്യമായ ഭാവനകളാണ്. പ്രത്യേകിച്ച് അർത്ഥതലങ്ങളൊന്നുമില്ല. വെറുതെ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കൊഞ്ഞനം കുത്തിയപ്പോ, അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയപ്പോ, കവിഭാവനകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയപ്പോ അവർക്ക് വായടപ്പൻ മറുപടി നൽകുന്നു. അല്ലാഹ്, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. ഇതുവരെ കേട്ട വിഷയത്തിൽ അതിശയോക്തി വേണ്ട കേട്ടോ. നിങ്ങൾ അത്ഭുതപ്പെടണ്ട, അത്ഭുത ചിത്തരാമണ്ട. ഇതുവരെ കേട്ടതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കണ്ട. ഇത് വിളിച്ചു പറഞ്ഞ ആള് കവിയല്ല, ഇത് പാട്ടല്ല. വമാ അല്ലംനാഹു ശിഅറ, ഈ മുത്തുനബിക്ക് നമ്മൾ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് പാട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. വമാ അല്ലംനാഹു ശിഅറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത്. റദ്ദുൻ വൈബ്താലുൻ ലിമാ കാനൂ യഖൂലൂനഹു ഫീ ഹഖ്ഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ പറ്റി അവർ പ്രചരിപ്പിച്ചിരുന്ന ഒരു പ്രചരണമുണ്ടായിരുന്നു. ആ കള്ള പ്രചരണത്തെ ഉടച്ചു വാർക്കലാണ് ഈ ആയത്തിന്റെ ലക്ഷ്യം. എന്താണ് അവർ പറഞ്ഞിരുന്നത്? മിൻ അന്നഹു ഷായിറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിയാൻ. വമാ യഖൂലുഹു ശിഅറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിടുന്നത് കവിതയിലെ വരികളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ നബി തങ്ങളെ നമ്മൾ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. ഈ ആയത്ത് ഇതിനു വേണ്ടി ഇറങ്ങിയതാണെന്ന് ബഹുമാനപ്പെട്ട അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. വേറെയും കുറെ ആളുകൾ ഇതേ ആശയം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, എന്താണ് കവി? എന്നിട്ട് ആ കവിതയെ പറ്റി അല്ലാഹ് പറഞ്ഞു, വമാ യംബഗീ ലഹു, നബിയെപ്പോലെ ആരുറപ്പുള്ള സന്ദേശങ്ങൾ, വചനങ്ങൾ വിളിച്ചു പറയുന്ന ഒരാൾക്ക് പറ്റിയ പണിയുമല്ല കവിത.
വമാ യംബഗീല, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തോട് യോജിച്ചതുമല്ല. പാട്ട് പാടുക അതൊരു രണ്ടാം ഘട്ട ഏർപ്പാടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുക്കേണ്ട പണിയല്ല. വമാ യംബഗീല, പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യോജിച്ച പണിയല്ല. എന്നാ നല്ല പാട്ടായിക്കൂടെ? നല്ല പാട്ട് പാടിക്കൂടെ? നല്ല പാട്ട് കേട്ടുകൂടെ? അങ്ങനെയുള്ള കവിതകൾ എഴുതിക്കൂടെ? എഴുതാം, നല്ലതാണെങ്കിൽ എഴുതാം. പക്ഷെ അവിടെയൊക്കെ പാട്ടിനേക്കാൾ പ്രാധാന്യം പ്രസംഗത്തിനാണ്, പാട്ടിനേക്കാൾ പ്രാധാന്യം ഭാഷണത്തിനാണ്. സംശയിക്കേണ്ടതില്ല. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹ്. എന്നാലോ നല്ലത് പാടാം, പറയാം, കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദുഷിച്ച പാട്ടുകളെയാണ് ഇത്തരം അടിച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരം ശബ്ദത്തില് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നല്ല പാട്ടുകളെ വിമർശിക്കുന്നില്ല. പാടാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ കോർത്തിണക്കിയ പാട്ടുകൾ പാടാം, മദ്ഹു പ്രഭാഷണങ്ങൾ നടത്താം, മദ്ഹു കീർത്തനങ്ങൾ പാടാം, ഒരു കുഴപ്പവുമില്ല. എന്നാലോ ദുഷിച്ച പാട്ടുകൾ, സംഗീത ഭ്രമം എന്റെ ചെറുപ്പക്കാരെ ഒഴിവാക്കണം. അതാ ആയത്തിൽ വല്ലാതെ പറയുന്നുണ്ട് മുഫസ്സിറുകൾ എല്ലാവരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ പാട്ട് തീരെ വശമാക്കിയിട്ടില്ലെന്നുള്ള പറയുന്നു, പഠിപ്പിച്ചിട്ടില്ല. പാട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടൂല, പിന്നെ പാടിയതോ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അത്തരം പാട്ടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടിയതോ? അനന്നബിയു ലാ കദിബു അനബ്നു അബ്ദുൽ മുത്തലിബ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സത്യസന്ധനായ പ്രവാചകനാണ്. ലാ കദിബു, കള്ളം പറയുകയല്ല, കള്ളപ്രവാചകനല്ല, ഞാൻ സത്യസന്ധനായ പ്രവാചകനാണ്. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് എന്ന് യുദ്ധക്കളത്തിൽ നിന്ന് റസൂലുള്ളാഹി സമരക്കളത്തിൽ വെച്ച് പാടിയതാണ്. അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. പാടിയത് എന്ന് പറഞ്ഞുകൂടാ, സമരക്കളത്തിൽ വെച്ച് പറഞ്ഞതാണ്. ഇത്രേ പറയാവൂ. പക്ഷേ നമ്മളത് പാടിയപ്പോൾ ഒരു പാട്ടിന്റെ ഒഴുക്കവിടെ ഉണ്ടായി. അനന്നബിയു ലാ കദിബു അനബ്നു അബ്ദുൽ മുത്തലിബ്. അതുപോലെ തന്നെ ഹബീബായ നബിതങ്ങളുടെ വിരലിന് ചെറിയൊരു പരിക്കേറ്റപ്പൻ നബിതങ്ങൾ ചോദിച്ചു, ഹല്ലന്തി ഇല്ലാ ഇസ്ബഉൻ ദുമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. പാടിയാൽ അതൊരു പാട്ടാണെന്ന് തോന്നും. അപ്പോ അതുകൊണ്ട് വഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദുമീതി, അല്ല, വിരലിനോട് ഇങ്ങനെ ചോദിക്കാണ്, രക്തമൊഴുകുന്ന വിരലിനോട്. സ്വഹാബത്തിനൊക്കെ അത് കണ്ടപ്പോൾ സങ്കടം തോന്നുന്നു. റസൂലുള്ള ചോദിച്ചു, നീ കേവലം രക്തമൊലിക്കുന്ന ഒരു വിരലല്ലേ? കുറച്ചുപേർ രക്തമൊഴുകി എന്നതല്ലാതെ എന്താ പ്രശ്നം? രക്തമൊഴുകുന്ന ഒരു വിരല് മാത്രമല്ലേ നീ? ഹല്ലം തീല്ലാ ഇസ്ബഉൻ ദുമീതി വഫീ സബീലില്ലാഹി മാലഖീതി. അല്ലാഹുവിന്റെ മാർഗത്തിലല്ലേ നീ അഭിമുഖീകരിച്ചിരിക്കുന്ന അക്രമം, നീ അഭിമുഖീകരിച്ചത് സാരമില്ല കേട്ടോ. വിരലുമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ സബീലില്ലാഹി മാലഖീതി. ഇങ്ങനെയൊക്കെ ഉള്ളതോ? അത് പാടിയപ്പോൾ അതിന് പാട്ടിൻ്റെതായ ഒരു ഒഴുക്ക് വന്നോ? അല്ലെങ്കിൽ അത് കേട്ടതിൻ്റെ ശേഷം പിന്നെ അത് പറയുമ്പോൾ അതിനൊരു ഒഴുക്ക് വന്നോ? ഇതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഫമിൻ ഖബീലിൽ ഇത്തിഫാഖാത്തിൽ വാരിദതി മിൻ ഗൈരി ഖസ്ദിൻ ഇലൈഹാ. റസൂലുള്ള മനഃപൂർവ്വം കവിത എന്ന ലക്ഷ്യത്തിൽ കവിതയാക്കി പാടിയതല്ല, ചില യാദൃശ്ചികതകൾ മാത്രമാണ്, ഇത്തിഫാഖാത്തുകളാണ്, അങ്ങനെ അങ്ങോട്ട് ഒത്തുവരലുകളാണ്. അത് മനഃപൂർവ്വം കവിതയാക്കി ചൊല്ലിയതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പലപ്പോഴും മറ്റുള്ളവർ ഉദ്ധരിച്ച കവിതകൾ പറയുമ്പോൾ തന്നെ ആ കവിതയുടെ കോലവും അതിൻ്റെ രൂപവുമൊക്കെ ഒന്ന് മാറ്റിയിട്ടായിരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പലപ്പോഴും പറയാറുണ്ടായിരുന്നത്. കാരണം ഞാൻ കവിയാണെന്ന് പറഞ്ഞു പോകരുത്. ഖുർആൻ പറയുന്നു, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു. പാട്ടുപാടൽ നബിതങ്ങൾക്ക് യോജിച്ച പണിയല്ല. പാട്ടുപാടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യോജിച്ച പണിയല്ല. എന്താണ് ഈ പാട്ടും ഉത്ബോധനവും തമ്മിലുള്ള വ്യത്യാസം? എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇൻ ഹുവ, ഈ ഖുർആനല്ല, ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ, വ്യക്തമായ സാരോപദേശമല്ലാതെയല്ല
വഖുർആനും മുബീൻ, വ്യക്തമായ നിരന്തര പാരായണ ഗ്രന്ഥമല്ലാതെയുമല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഖുർആൻ ചിന്തിക്കാനുള്ളതാണ്, ഖുർആൻ ദിക്റായി ഓതാനുള്ളതാണ്, ഖുർആൻ ഉപദേശമാണ്. അതോടൊപ്പം തന്നെ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അതാണ്. ഞാൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയണമെന്ന് കരുതിയിരുന്നു. സമയം കിട്ടാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. ഇന്നും ഖുർആനോത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയേണ്ടതായിരുന്നു. ഒരൊറ്റ വീട്ടിലും ഇന്ന് ഖുർആൻ ഓതുന്നില്ല. എല്ലാ വീട്ടിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഈ അശ്ലീലോപകരണങ്ങളുടെ ഒച്ചപ്പാടുകളാണ്. ഏത് വീട്ടിലാ ഖുർആനോത്ത് നടക്കുന്നത്? ഏത് വീട്ടിലാ ദിക്റ് ചെല്ലുന്നത്? ഏത് വീട്ടിലാ നല്ല ശബ്ദങ്ങൾ കേൾക്കുന്നത്? എവിടെ നോക്കിയാലും കാതടപ്പിക്കുന്ന സംഗീതോപകരണങ്ങളുടെ ചലംബക്കം മാത്രമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ വളരെ ഗൗരവത്തോടെ തന്നെ ഓർത്തോ, നാളെ പരലോകത്തേക്ക് വരേണ്ടി വരുമെന്ന കാര്യം. വമായംബഗീല, അർത്ഥമില്ലാത്ത പാട്ടുപാടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പണിയല്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അന്തസാര ശൂന്യമായ വാക്കുകൾ, ഉള്ള അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾ, അത് വെറുതെ എങ്ങനെ പറയാ? അത് നബി തങ്ങളുടെ പണിയല്ല. കവികൾ പലപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കവിതയൊക്കെ വായിക്കുന്ന ആരെങ്കിലുമൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനിത് പറയുമ്പോൾ ഒരു പ്രത്യേക ആവേശം ഉണ്ടാവും. കാരണം എനിക്ക് കവിതയോട് അത്രയൊക്കെ താല്പര്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയവും കൂടെ ഇതിലുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുമ്പോൾ ഞാൻ പറയുന്നു, വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ ആലോചിക്കണം. നല്ല കവിതകളാവാം. റസൂലുള്ളാഹി തങ്ങൾ നല്ല കവിത പാടുന്ന അവിശ്വാസിയുടെ കവിത പോലും കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ദുഷിച്ച പാട്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അധിക ആളുകളുടെയും ചുണ്ടിൽ വാപ്പുണ്ട്, ഉസ്താദുണ്ട്, കാര്യപ്പെട്ടവരൊക്കെ ഉണ്ട്. ആ സദസ്സിൽ വെച്ചിട്ട് വളരെ സെക്സ് ചുവയുള്ള പാട്ടുകൾ ഇങ്ങനെ പാടുകയാണ്. ഒരു ഉളുപ്പുമില്ല. ആകെ തകർന്നിരിക്കുകയാണ്. നമ്മളാകെ തകർന്നിരിക്കുകയാണ്. നമ്മുടെ സ്വത്വം തകർന്നിരിക്കുന്നു. തിരിച്ചു പിടിക്കണം മക്കളെ, പഴമയിലേക്ക് തിരിച്ചു വരണം. ഈ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. മൊബൈൽ ഫോണിൽ, ആ മൊബൈൽ ഫോണിന്റെ റിംഗ് ട്യൂണ് വളരെ ഉളുപ്പുകെട്ട ഒരു പാട്ട്, അതിനും കൊടുത്തു നിങ്ങൾ മാസത്തിൽ 30 രൂപ അല്ലെങ്കിൽ 25 രൂപ അതിന് കൊടുത്തിട്ടാണ് നിങ്ങളത് കൈപ്പറ്റുന്നത്. നിങ്ങളെ അതുപോലെ തന്നെ നിങ്ങളെ മൊബൈൽ ഫോണുകളിൽ ഇഷ്ടം പോലെ, മൊബൈൽ ഫോൺ വളരെ, അത് പറയേണ്ട ഒരു വിഷയമാണ്, ഏറ്റവും കൂടുതൽ ദുഷിച്ച ഒരു മേഖലയാണത്. അത് തഖ്വയില്ലാത്തവന്റെ കയ്യിൽ കിട്ടിയാൽ എന്തു ആകും. അതുകൊണ്ട് ഞാൻ ഉപ്പമാരോടൊക്കെ പറയുന്നു, ഈ 10ാം ക്ലാസ് പോലും കഴിയാത്ത മക്കളുടെ കയ്യിലൊക്കെ ക്യാമറ മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുക്കുന്ന വാപ്പാര് പടച്ചോന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. കാരണം ചെറിയ ആ പ്രായത്തിൽ എന്തും സംഭവിക്കാമോ? നേരത്തെ പറഞ്ഞതാ 13 തൊട്ട് 19 വരെയുള്ള പ്രായം, ടീനേജിന്റെ പ്രായം, അത് എപ്പോഴും എന്തും സംഭവിക്കാൻ പറ്റുന്നൊരു പ്രായമാണല്ലോ. ആ പ്രായത്തിൽ ഒരിക്കലും, കൗമാരപ്രായത്തിൽ ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് ഇത്തരം അശ്ലീലം നുണയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്തരം അശ്ലീല ചിത്രങ്ങൾ കയറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കടക്കാരിൽ ചിന്തിക്കുക. ചെറുപ്പക്കാരുണ്ടാവും, മൊബൈൽ ഫോണിന്റെ കടയിൽ നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ കൊണ്ടോട്ടിക്കടുത്ത് കുട്ടികളുടെ നഗ്നരായ സ്ത്രീ പുരുഷന്മാരുടെ കോപ്രായങ്ങൾ മുഴുവനും അശ്ലീല ചിത്രങ്ങൾ കുട്ടികളുടെ മൊബൈൽ ഫോൺ പകർത്തിക്കൊടുത്തതിന് ഹെഡ് മാസ്റ്റർ കുട്ടിയുടെ കയ്യിൽ നിന്നത് പിടിച്ച് എച്ചം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന കടയിൽ നിന്ന് കയറ്റി തന്നതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വിവരം കൊടുത്തു. അവനെ പോലീസ് പൊക്കിപ്പോയി. നമ്മുടെ കൊണ്ടോട്ടിയിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെ ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിയുന്നുണ്ടെങ്കിൽ കരുതിക്കോ, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, അശ്ലീലങ്ങൾ കാശ് കൊടുത്തു വാങ്ങുന്നവർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അത് നാൽക്കാലികളുടെ കൂട്ടത്തിലല്ല അല്ല പറഞ്ഞത്. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കാൻ ഇത്തരം സംഗതികൾ ഉണ്ടാവരും. ഏതാവട്ടെ, കവിതയെ ഒരു ചെറിയ രൂപത്തിൽ കവിതയെ ഒരു കൊട്ടിവിടെ കൊട്ടിയല്ലോ, വമാ എമ്പതിയിലോ, അത് നബിക്ക് ചോദിച്ച പണിയല്ല. എന്താ അതിന്റെ കാരണം? കവിതയിൽ പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ സങ്കല്പത്തിനാണ് സ്ഥാനം, അല്ലേ? കവിതയൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ തോന്നുന്നു ഒരു ഹാഫ് ബട്ടുണ്ടെങ്കിലേ കവിയാവുള്ളൂ, ചിലപ്പോൾ തോന്നൂലേ? കാരണം അയാൾ ഇങ്ങനെ പറയാണ്, സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നു. അതിൻ്റെ സ്രഷ്ടാവിലേക്ക് എത്തുകയല്ല, അതിലുള്ള അത്ഭുതങ്ങൾ കാണുകയല്ല. മാനത്ത് വെറുതെ മലർന്നു കിടന്നപ്പോൾ രാത്രി കണ്ട നക്ഷത്രങ്ങൾ, അതാണ് കവിതയായി അയാളുടെ ചുണ്ടിൽ വിരിഞ്ഞത്. അതെന്തൊക്കെയോ പറയാണ് അയാൾ. അപ്പോൾ ഒരു ഹാഫ് സുഖമില്ലാത്ത ഒരാളാണ് ശരിക്കും കവിയാകുക എന്ന് തോന്നിപ്പോയേക്കാം. കവികൾക്ക് എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പറഞ്ഞത് കവിത അപ്പോഴേ കവിതയാകുള്ളൂ. സങ്കല്പങ്ങൾക്കാണ് അവിടെ സ്ഥാനം, യാഥാർത്ഥ്യങ്ങൾക്കല്ല. ഉണ്ടോ എന്നുള്ളതല്ല, ഇല്ലാത്തത് പറഞ്ഞ് സങ്കല്പങ്ങൾ പറഞ്ഞ്
അവിടെ ജനങ്ങളുടെ ഹൃദയത്തെങ്ങനെ പിടിച്ചു നിർത്തുക. അതിനാണ് കവിതയിൽ സ്ഥാനം. അതിനാണ് അതേ യാഥാർത്ഥ്യത്തെക്കാൾ സങ്കല്പങ്ങൾക്കാണ്, ആശയത്തെക്കാൾ ശൈലിക്കാണ് സ്ഥാനം. അല്ലേ? ഇത് ഞാൻ പറഞ്ഞാൽ ഇതിൽ എത്ര ആശയമുണ്ട് എന്ന് നോക്കുന്നില്ല. ഖുർആനിന്റെ ഭംഗി അതാണ്. നിങ്ങൾ കേട്ടില്ലേ ഇവിടെ എന്തെല്ലാം കഴിഞ്ഞുപോയി? ആ സ്ഥലത്തൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ആ ആശയത്തെക്കാൾ ശൈലിക്കാണോ പ്രാധാന്യം കൊടുത്തത്? ശൈലിക്കും ആശയത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ട് വിചാരത്തെക്കാൾ വികാരങ്ങൾക്കാണ് അവിടെ സ്ഥാനം. വിചാരത്തിനല്ല, വികാരത്തിനാണ് സ്ഥാനം. ഉള്ളടക്കത്തെക്കാൾ പദസൗന്ദര്യത്തിനാണ് സ്ഥാനം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുകൊണ്ടാ പറഞ്ഞത് വമായംബഗീല. എന്നാലോ ഉള്ളടക്കമുള്ള കവിതകൾ, നല്ല കവിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അതേസമയം ചീത്ത കവിതകൾ വെറുപ്പായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സംഗീതഭ്രമം. അതിനെക്കുറിച്ചൊരൊറ്റ ഹദീസ് പറഞ്ഞ് ബാക്കിയുള്ള ആയത്തുകൾക്ക് നേരെ അർത്ഥമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ സമാപിക്കുകയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅൻ യംതലിഅ ജൗഫു അഹദികും ഖൈഹാ ഖൈറുൽ ലഹു മിൻ അൻ യംതലിഅ ശിഅറാ. നിങ്ങളിൽ ഒരാളുടെ ഉള്ള്, ഹൃദയം മുഴുവനും ചലം നിറഞ്ഞു നിന്നെങ്കിൽ ഖൈറുൻ, അതാണ് നല്ലത്. അവന്റെ ഹൃദയം മുഴുക്കേ ചലാണ്, ചലം നിറഞ്ഞു നിൽക്കുകയാണ്. ഖൈറുൻ, അതാണ് നല്ലത്. ലഹു, അവന് മിൻ അൻ യംതലിഅ ശിഅറ, ആ ഹൃദയം നിറയെ മലിനമായ അശ്ലീല കവിത കാണാതെ പഠിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത്. കവിത നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തെക്കാൾ നല്ലത് ചലം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമയ്യത്ത് ഇബ്നു അബി സൽത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായിരുന്നു. എന്നിട്ടും അവനെ പറ്റി എന്താ പറഞ്ഞത്? അവന്റെ കവിതയെ പറ്റി, ആമന ശിഅറുഹു വകഫറ ഖൽബുഹു. കവിത മൂമിനാണ്, ഖൽബ് കാഫിറാണ് എന്ന് പറഞ്ഞാൽ പറയുന്ന ആശയം റെഡിയാണ്. അങ്ങനെ എപ്പോഴുണ്ട് എത്രയോ കവികൾ, നല്ല നല്ല ആശയങ്ങൾ പറയുന്ന കവികൾ ഇപ്പോഴുണ്ട്. പക്ഷെ അവർ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടാവൂല. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥ. അതുകൊണ്ട് ഇനി നേരെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് തീരാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ കഴിയൂ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കൂടുതൽ ഇരുത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി 10 ദിവസം യഥാർത്ഥത്തിൽ സൂറത്ത് യാസീൻ വിശദീകരിക്കുമ്പോൾ നമ്മൾ വിശദീകരിച്ച് തീർക്കാൻ കഴിയാതെ വിഷമിക്കുക തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദമായി കേൾക്കാം. ഇപ്പം അർത്ഥം മാത്രം പറയുന്നു. എന്തിനാണ് കവിതയല്ല ആരുറപ്പുള്ള സാരോപദേശവും പാരായണ ഗ്രന്ഥവുമായി ഇതിറക്കിയത്? ലിയുന്ദിറ മൻ കാന ഹയ്യാ, കൽബ് ചാവാത്ത മനുഷ്യൻ, കൽബ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് താക്കീത് ചെയ്യാനാണ്. കൽബ് ചത്തവന് ഇത് ഉപകരിക്കൂല. വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ, മാത്രമല്ല നന്ദി കെട്ട വർഗത്തിന് നാളെ തെളിവ് സ്ഥിരപ്പെടാൻ വേണ്ടിയും. നിങ്ങളെന്തേ പഴച്ചു നടന്നു, നിങ്ങളോട് ഖുർആൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കാൻ. അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് അറിയൂലായിരുന്നു. അപ്പൊ ഈ ഖുർആൻ വന്നു കഴിഞ്ഞാൽ ഇനി അറിയൂലായിരുന്നു എന്ന് പറയാൻ പറ്റൂല. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നാ ഖലഖനാ ലഹും, അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു കൊടുത്തില്ലേ? മിമ്മാ അമിലത് ഐദീനാ, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു കൊടുത്തില്ലേ? അൻആമാ, മൃഗങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തില്ലേ? ഫഹും ലഹാ മാലികൂൻ, നന്ദി കെട്ട വർഗത്തോടല്ല ചോദിക്കാൻ. ദാ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയ ഒരു അനുഗ്രഹം നിങ്ങൾ കാണുന്നില്ലേ? മൃഗങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു. ഫഹും ലഹാ മാലികൂൻ, അന്ന് അവർ അതിൻ്റെ ഉടമകളായി. നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു, നിങ്ങളുടെ വളർത്തു മൃഗങ്ങളാക്കിയപ്പോൾ നിങ്ങളതിൻ്റെ ഉടമകളായി. എന്നാ കാട്ടിലെത്ര വന്യമൃഗങ്ങളുണ്ട്, നിങ്ങൾ അതിൻ്റെ ഉടമകളല്ലല്ലോ. ഫഹും ലഹാ മാലികൂൻ വദല്ലൽനാഹാ ലഹും, ആ മൃഗങ്ങളെ നമ്മളാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. ആ മൃഗങ്ങളെ നമ്മളാണ് നിങ്ങൾക്ക് ഒരുക്കി തന്നത്. ഫമിൻഹാ റകൂബുഹും, അപ്പോൾ നിങ്ങൾക്ക് സുഖമായി വാഹനം കയറാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട്. വമിൻഹാ യഅ്കുലൂൻ, നിങ്ങൾക്ക് അറുത്ത് മാംസം കഴിക്കാൻ പറ്റിയ മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ പലതും ആ മൃഗത്തിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. വമിൻഹാ യഅ്കുലൂൻ, നമ്മളാണ് അതിനെ കീഴ്പ്പെടുത്തി തന്നത്. വദല്ലൽനാഹാ ലഹും, കണ്ടോ നിങ്ങൾ 5 വയസ്സുള്ള കുട്ടി കാളയുടെ മൂക്കയറ് പിടിച്ചിങ്ങനെ നടക്കുകയാണ്. എന്തേ കാരണം? ഒരു കുഴപ്പമില്ല, അനുസരണത്തോടെ നടക്കുന്നു. വദല്ലൽനാഹാ ലഹും, എന്നാൽ അത്രയൊന്നുമില്ല, ചെറിയ ഒരു പാമ്പിന്റെ കുട്ടി കണ്ടോ നിങ്ങൾ, കണ്ടപ്പോഴേക്ക് എല്ലാവരും ചാടിയില്ലേ? ആ കുട്ടിയൊന്ന് കയറിട്ട് കൊണ്ട് നടക്കട്ടെ, വലിയ ഒരു മനുഷ്യൻ നടക്കോ? ഇല്ല.
എന്നാൽ വലിയ ഒരു കാളയെ നിയന്ത്രിക്കുന്നത് 5 വയസ്സുള്ള കുട്ടി. മനുഷ്യന് നമ്മളാണ് അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തത്. ഒന്ന് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് നമുക്ക് കീഴ്പ്പെടുത്തിയിട്ടില്ല. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ വലഹും ഫീഹാ മനാഫിഉ. ആ മൃഗങ്ങളിൽ അവർക്ക് ധാരാളം ബഹുമുഖ ഉപകാരങ്ങളുണ്ട്, പലതരത്തിലുള്ള ഉപകാരങ്ങളുണ്ട്. വമശാരിബു, അവർക്ക് പാനീയങ്ങൾ ലഭ്യമാണ്. ആ മൃഗങ്ങളിൽ നിന്ന് അവർക്ക് പാല് കുടിക്കാം. ഇതൊക്കെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അഫലാ യഷ്കുറൂൻ, അവരെന്നോട് നന്ദി പ്രകടിപ്പിക്കുന്നില്ലയോ? അല്ലാഹു ചോദിക്കാൻ, നന്ദി പ്രകടിപ്പിക്കണ്ട, എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിച്ചോട്ടെ. നന്ദി പ്രകടിപ്പിക്കാത്തതല്ല പ്രശ്നം, അത് മോശമാണ്. എന്നോട് നന്ദി പ്രകടിപ്പിക്കേണ്ടിയിരുന്നു. നന്ദി പ്രകടിപ്പിക്കാത്തടത്തും നിന്നില്ല. പിന്നെയും മുന്നോട്ട് എന്നോട് നന്ദി പ്രകടിപ്പിച്ചില്ല എന്നല്ല, ഇതൊക്കെ കൊടുത്ത ഞാൻ എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വേറെ കുറെ ദേവന്മാരെ എടുത്തിട്ട് അവരാണ് ഇതിൻ്റെയൊക്കെ ഉടമകൾ, അവരാണ് ഞങ്ങൾക്കിത് തന്നത് എന്ന് പറയുന്നു. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. അല്ലാഹനെ മാറ്റി നിർത്തിയിട്ട് അല്ലാഹനെ കൂടാതെ വേറെ കുറെ ഇലാഹുകളെ അവർ സ്ഥാപിച്ചു. എന്തിന്? ലഅല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം ലഭിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷേ ലാ യസ്തതിഊന നസ്റഹും, ആ വിഗ്രഹങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ കഴിയൂല കേട്ടോ. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, അവർ തന്നെ ആ വിഗ്രഹങ്ങൾക്ക് ജുന്ദും മുഹ്ളറൂൻ, തോക്കും പിടിച്ചു നിൽക്കുന്ന പട്ടാളക്കാരാണ്. ഇതൊക്കെ വിശാലമായി പറയണമെന്ന് കരുതിയതാണ്. നേരെ ആ ഒഴുക്കിനൊപ്പം ഇങ്ങ് പോരാ. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, നേരം വെളുത്ത് വൈകുന്നേരം വരെ വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈ കൂപ്പി ആ വിഗ്രഹത്തോട് സങ്കടം പറഞ്ഞ മനുഷ്യൻ വൈകുന്നേരമായാൽ ഈ പടച്ചോൻ ആരെങ്കിലും കട്ടുകൊണ്ടുപോകുമോ നോക്കാൻ കുറച്ചാളുകൾ കാവൽ നിൽക്കുന്നു. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, ആ ബിംബങ്ങൾക്ക് വേണ്ടി അവർ തന്നെ തോക്കും പിടിച്ചു നിൽക്കുന്ന സന്നിഹിതരായ പട്ടാളം. എന്താണ് ഇതിലുള്ള മൗഢ്യം? എത്രയാണെന്ന് ചോദിക്കുകയാണ്. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ ഫലാ യഹ്സുൻക ഖൗലുഹും. എന്നാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ നബിയെ, അവര് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ആരുറപ്പുള്ള വചനങ്ങളെ കവിതയാണെന്ന് പറയുമ്പോൾ, നിങ്ങളെ കവിയാണ്, ഭ്രാന്തനാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ വാക്ക് നിങ്ങളെ ടെൻഷനിലാക്കണ്ട. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്ക് നിങ്ങളെ വിഷമിപ്പിക്കണ്ട. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതുമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ചിലർ രഹസ്യമായി നിങ്ങളെപ്പറ്റി നല്ലത് പറയുന്നുണ്ട്, ചിലർ പരസ്യമായിട്ടേ മോശപ്പെടുത്തുന്നുള്ളൂ, ചിലർ രഹസ്യമായി പരസ്യമായി മോശപ്പെടുത്തുന്നവരുണ്ട്. പല ജാതിയുമുണ്ട്, അവരെയൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നബിയെ, അവരെയൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞോളാം, അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. പരലോകത്തേക്ക് വരട്ടെ. ഇത്രയും പറഞ്ഞ പരലോക ചിത്രങ്ങൾ ഇതൊക്കെ നടക്കോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യനോടല്ല പറയുന്നു. അവലം യറൽ ഇൻസാൻ, ഇതൊക്കെ ഒരു വിദൂര സാധ്യതയായി തോന്നുന്നുണ്ടെങ്കിൽ മനുഷ്യൻ കാണുന്നില്ലേ? അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ, അവനെ നാം സൃഷ്ടിച്ചതൊരു ബീജഗണത്തിൽ നിന്നുമാണ്. ഒരൊറ്റ ബീജഗണത്തിൽ നിന്ന് ഒരു തവണ കലിക്കുന്ന ബീജത്തുള്ളി, ഒരു തവണ സ്കലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജഗണം, ആ ബീജഗണത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ അവൻ വലുതായി പിന്നെ പ്രസവിച്ച് വലുതായി മുദ്രാവാക്യം വിളിക്കാനായപ്പം ഫൈദാ ഹുവ ഖസീമും മുബീൻ, ദൈവമുണ്ടോ? കാണട്ടെ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എന്ന് പറയാൻ. ഇന്നവൻ വ്യക്തമായ കുതർക്കിയാൻ. ഫൈദാ ഹുവ ഖസീമും മുബീൻ, എന്നോട് പോലും വാദപ്രതിവാദം നടത്താൻ തയ്യാറാവുകയാണ്. വളറബ ലനാ മസല, എനിക്ക് തുല്യമായ ആരുമില്ല, പക്ഷേ എനിക്ക് പോലും സമാനമായ ആളുകളുണ്ടെന്നവൻ പറയുന്നു. വളറബ ലനാ മസല വനസിയ ഖൽഖഹു, അവൻ എവിടെന്നാ വന്നത്? ഒന്നുമല്ലാത്ത ആ പ്രായമൊക്കെ അവൻ മറന്നുപോയി. ആരെ അവനാക്കിയതൊക്കെ മറന്നുപോയി. വനസിയ ഖൽഖഹു, എന്നിട്ട് ഇന്ന് ധിക്കാരം തലക്കു പിടിച്ചിട്ട് അവൻ ചോദിക്കുകയാണ്, ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ആരാണ് എല്ലുകൾക്ക് ജീവൻ നൽകുന്നത്? വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പിപ്പോയിരിക്കെ, എല്ലുകളൊക്കെ നുരുമ്പി പൊടിഞ്ഞു പോയതിന്റെ ശേഷം ദ്രവിച്ച എല്ലുകൾക്ക് ആരാ പുനർജീവൻ നൽകുക എന്ന് ചോദിക്കുന്നുവെങ്കിൽ കുൽ, നബിയെ തങ്ങൾ പറയണം, യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ. വായടപ്പം മറുപടി കൊടുക്ക്.
യുഹ്യീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ. ആദ്യത്തെ തവണ ആരാണോ അതിനെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ രണ്ടാമത് ജീവിപ്പിക്കുമെന്ന് പറഞ്ഞേക്കുക. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവൻ എല്ലാ തരത്തിലുള്ള സൃഷ്ടി വൈഭവവും ഉള്ളവനാണ്. ഉള്ളതിനെങ്ങനെ രണ്ടാമത് പടക്കുക? ഉള്ളത് നശിച്ചിട്ട് രണ്ടാമത് എങ്ങനെ പടക്കും? ഇല്ലാത്ത വട്ടപ്പൂച്ചത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കും? ഉമ്മയും വാപ്പയില്ലാതെ ഒരു കുട്ടിയെ എങ്ങനെ ഉണ്ടാക്കുക? ഉമ്മല്ലാതെ വാപ്പയിൽ നിന്നൊരു കുട്ടിയെ എങ്ങനെ ഉണ്ടാക്കുക? വാപ്പയില്ലാതെ ഉമ്മയിൽ നിന്നൊരു കുട്ടിയെ എങ്ങനെ ഉണ്ടാക്കും? ഇതൊക്കെ അള്ളാഹുവിനറിയാം. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അള്ളാഹുവിന് അതിനൊന്നും പ്രയാസമില്ല. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉൽപ്പാദിപ്പിച്ചു തന്നവനാണവൻ. രണ്ട് കൊള്ളികൾ തമ്മിൽ ഉരസിയിട്ട് തീ ഉണ്ടാക്കിയിരുന്ന സ്വഭാവം അറബികളിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്, തൽക്കാലം ക്ഷമിക്കുക. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. ആ തീ ഉപയോഗിച്ച് ഇന്ന് നിങ്ങൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. പച്ചമരത്തിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ റബ്ബിന് മരിച്ചുപോയ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിയൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള. ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരുത്തനല്ലയോ? ബിഖാദിരിൻ അലാ യഖ്ലുക മിസ്ലഹു. ഇവരെ പോലത്തെ നമ്മളെ പോലത്തെ ചോട്ടാ മനുഷ്യന്മാരെ പടക്കാൻ അവരെന്ത് പ്രയാസം. ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബർ എന്നല്ലേ അല്ലാഹു പറഞ്ഞത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് വല്ലാത്ത സൃഷ്ടിപ്പല്ലേ? അത് നടത്തിയ റബ്ബിന് ഇവരെ പോലത്തെ ഈ ചെറിയ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? ഭലാ, അവന് കഴിയൂലേ? കഴിയും. ഭലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവൻ എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ. ഒരു സാധനം ഉണ്ടാക്കണമെന്ന് അല്ലാഹു കരുതിയാൽ, ഒരു സാധനത്തിന് ഉണ്മ നൽകണമെന്ന് കരുതിയാൽ അതിന് കൂടുതൽ പ്രയാസമില്ല. ഒരു സംഗതി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അയ്യഖൂല ലഹു, അല്ലാഹു അതിനോട് പറഞ്ഞാൽ മതി. കുൻ, നീ ഉണ്ടാവൂ. ഫയകൂൻ, അപ്പോഴേക്കതുണ്ടാകും. ഭവിക്കൂ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് ഭവിച്ചു എന്ന് പറഞ്ഞാൽ പറയണം എന്നല്ല അതിന്റെ ഉദ്ദേശം. മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സാധനം ഉണ്ടാകണം എന്നതിനോട് അള്ളാഹുവിന്റെ ഇറാദത്തങ്ങ് ബന്ധിച്ചാൽ അല്ലാഹു ഉണ്ടാകണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് സാധനം ഉണ്ടായിരിക്കും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഇതുവരെ നിങ്ങൾ കേട്ട റബ്ബ് ഫസുബ്ഹാനല്ലദീ, ഒരു റബ്ബത്ര പരിശുദ്ധനാണ്. ബിയദിഹി മലകൂതു കുല്ലി ശൈ, അവന്റെ കൈവശമാണ് കേട്ടോ, അവന്റെ അധികാരത്തിലാണ് എല്ലാ വസ്തുക്കളുടെയും സർവാധികാരമുള്ളത് അവന്റെ കയ്യിലാണ്. ബിയദിഹി മലകൂതു കുല്ലി ശൈ വഇലൈഹി തുർജഊൻ. ആ റബ്ബിലേക്കാണ് ഇനി നിങ്ങൾ മടക്കപ്പെടാനുമുള്ളത്. ആ ബോധം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് പരിശുദ്ധനായ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവണം. ഇതാണ് വിശുദ്ധ ഖുർആനിലെ 36-ാം വചനമായ സൂറത്തു യാസീനിന്റെ വ്യാഖ്യാനം. അവസാന ഭാഗത്ത് വന്നപ്പം കുറേ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും ആയത്തുകൾ പരസ്പരം ബന്ധിപ്പിച്ചു പോന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയും പല അധ്യായങ്ങളും ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 10 ദിവസത്തെ പ്രഭാഷണത്തിന് ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ സദസ്സിൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ, ദുആ ചെയ്ത് അനുഗ്രഹിക്കാൻ വേണ്ടി എത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബെ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. റബ്ബെ, ഈ 10 ദിവസം ഇവിടെ ഒത്തുകൂടിയത് ഞങ്ങൾക്ക് വെറുതെ ആക്കല്ല അല്ലാ, നീ വെറുതെ ആക്കല്ല അല്ലാ, പ്രതിഫലാർഹമാക്കണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ നീ കൈയൊഴിക്കരുതേ റഹ്മാനെ. ഇത്രയും നേരം ഇരുത്തിയ സ്ഥിതിക്ക് ഒരു ദുആ നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിഷമമാണെന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട തങ്ങളെ ഇരുത്തുന്നതും ശരിയല്ല. ഒരല്പം പറഞ്ഞു പോയത് അവസാന ദിവസമായതുകൊണ്ട് ഇനി ഇത് പരിഹരിക്കാനൊരു ദിവസമില്ല എന്ന നിലക്കാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.